की वंदे 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 वंदे। इन दिनों कम्युनिस्ट और कांग्रेस ने मिलकर एक नया प्रोपेगेंडा शुरू किया है। कम्युनिस्ट कहते हैं कि कांग्रेस बीजेपी की बी टीम है और कांग्रेस वाले कहते हैं कम्युनिस्ट बीजेपी की बी टीम है। यानी एलडीएफ और यूडीएफ इन लोगों ने भी मान लिया है इस बार केरलम चुनाव में एक टीम अगर कोई है, एक टीम अगर कोई है तो वो सिर्फ और सिर्फ बीजेपी ही है। നമസ്കാരം. നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ എൻഡിഎ ക്യാമ്പിന് ആവേശമായി പ്രധാനമന്ത്രിയുടെ സന്ദർശനം. തെരഞ്ഞെടുപ്പ് രംഗത്തെ വിവാദ ചുഴിയിലാക്കിയ ഡീൽ ആരോപണത്തിൽ പാലക്കാടിന്റെ മണ്ണിൽ തന്നെ പ്രധാനമന്ത്രിയുടെ മറുപടി. എൽഡിഎഫും യുഡിഎഫും ബിജെപിയെ ഭയക്കുന്നു. ഈ തെരഞ്ഞെടുപ്പിലെ എ ടീം ബിജെപി മാത്രമെന്നാണ് മോദിയുടെ പക്ഷം. കേരളത്തിൽ ബിജെപി അധികാരത്തിൽ വന്നാൽ എൽഡിഎഫിന്റെയും യുഡിഎഫിന്റെയും സർവ്വ കുംഭകോണങ്ങളെപ്പറ്റിയും അന്വേഷിക്കും. എൽഡിഎഫിനെയും ബിജെപിയെയും അകറ്റി ബിജെപി വികസിത കേരളം സൃഷ്ടിക്കുമെന്നതാണ് മോദിയുടെ ഗ്യാരണ്ടി. സ്ഥാനാർത്ഥി നിർണയം മുതൽ യുഡിഎഫ് കത്തിച്ച ഡീൽ ആരോപണത്തിനാണ് മോദിയുടെ മറുപടി. 10 മണ്ഡലങ്ങളിൽ എൽഡിഎഫിന് വേണ്ടി ഡീൽ എന്ന ഗുരുതര ആരോപണത്തിന് മറുപടിയായോ? ഈ വിഷയമാണ് നമ്മൾ ഇന്ന് പരിശോധിക്കുന്നത്. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഈ ചർച്ചയിൽ ഡി സുരേഷ് സിപിഎം പ്രതിനിധി, മുഹമ്മദ് ഷമാസ് കോൺഗ്രസ് പ്രതിനിധി, എസ് നന്ദു ബിജെപി പ്രതിനിധി, എ സജീവൻ മാധ്യമപ്രവർത്തകൻ എന്നിവരാണ് പങ്കെടുക്കുന്നത്. ആദ്യം ശ്രീ നന്ദു, കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച അന്ന് മുതൽ അല്ലെങ്കിൽ അതിന്റെ ഏതാണ്ട് തൊട്ടടുത്ത ദിവസം മുതൽ കേരളത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ച ഡീലുമായി ബന്ധപ്പെട്ടാണ്. അതിൽ നിങ്ങളായിരുന്നു ആരോപണ വിധേയരായി നിന്നത്. ഇന്ന് പ്രധാനമന്ത്രി പാലക്കാടിന്റെ മണ്ണിൽ, പാലക്കാടാണ് ഏറ്റവും പ്രധാനമായും ആ ആരോപണം ഉയർന്നത്, അവിടെ തന്നെ അതിന് മറുപടി പറയുന്നു. അതോടെ വിവാദത്തിന് ബിജെപിയുടെ ഭാഗത്ത് നിന്ന് ഇതുവരെ നിങ്ങളെ സമ്മർദ്ദത്തിലാക്കിയ, പ്രതിരോധത്തിലായ വിഷയത്തിൽ ഒരു മറുപടിയായി എന്ന് കരുതുന്നുണ്ടോ? ബിജെപിയെ സംബന്ധിച്ചിടത്തോളം ഇത്തരം ആളുകൾ നടത്തുന്ന കുപ്രചരണങ്ങൾക്ക് മറുപടി പറയുകയോ അത് സമ്മർദ്ദമായി ചുമലിലേൽക്കുകയോ ചെയ്യുന്നൊരു പാർട്ടിയാണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അങ്ങനത്തെ ഒരു പാർട്ടിയല്ല. ഇതിലും വലിയ രീതിയിലുള്ള ഗോഗോഹളികളെ ചെറുപുഞ്ചിരിയോടുകൂടി തിരസ്കരിച്ചുകൊണ്ട് മുന്നോട്ട് പോയതിൻ്റെ ഫലമാണ് രാജ്യത്ത് 2014 ശേഷം നിങ്ങൾ ഈ കാണുന്ന വികസനങ്ങളും അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള ഒരു നല്ല പ്രഭാമയമായിട്ടുള്ള ഒരു ഭരണവും. അല്ലാതെ ഇവരുടെയൊക്കെ ഗോഗോ വിളികളും ഇത്തരത്തിലുള്ള നുണപ്രചരണങ്ങൾക്ക് ഞങ്ങൾ ചെവി കൊടുത്തിരുന്നുവെങ്കിൽ രാജ്യത്ത് ഏതെങ്കിലും തരത്തിലുള്ള വികസനം ഈ കഴിഞ്ഞ 11 വർഷത്തിനുള്ളിൽ നടപ്പിലാക്കാൻ നമുക്ക് സാധിക്കുമായിരുന്നു? ഒരിക്കലുമില്ല. അപ്പോൾ അത്തരത്തിൽ സ്വയം നഗ്നത മറയ്ക്കാൻ വേണ്ടിയിട്ട് രണ്ട് മുന്നണികളും നടത്തുന്ന ഈ പെടാപ്പാട് വിട്ടുള്ള ശ്രമത്തെ അതിൻ്റെതായ പുച്ഛത്തോടു കൂടിയാണ് ഭാരതീയ ജനതാ പാർട്ടി കാണുന്നത്. കേരളത്തിൽ ഒരു തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. തെരഞ്ഞെടുപ്പ് 5 വർഷത്തിലൊരിക്കൽ നടക്കുന്ന ഒരു സംവിധാനമാണ്, ജനാധിപത്യത്തിൻ്റെ ഉത്സവമാണ്. ആ ജനാധിപത്യത്തിൻ്റെ ഉത്സവത്തിൽ നമുക്ക് സംവദിക്കാൻ അല്ലെങ്കിൽ നമുക്ക് ജനങ്ങളോട് പറയാൻ ഒട്ടേറെ കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഭരിക്കുന്ന പാർട്ടിയാണ് എങ്കിൽ ആ പാർട്ടി പറയേണ്ടത് കഴിഞ്ഞ 5 വർഷം ഞാൻ നടത്തിയിട്ടുള്ള വികസനം ഇന്നതാണ് എന്ന് പറഞ്ഞ് വോട്ട് ചോദിക്കാനുള്ള ധൈര്യം ആ പാർട്ടിക്ക് വേണം. പ്രതിപക്ഷത്തിരിക്കുന്ന പാർട്ടിയാണെങ്കിൽ ആ പ്രതിപക്ഷത്തിരിക്കുമ്പോൾ ഞാൻ പ്രതിപക്ഷത്തിരുന്നുകൊണ്ട് സർക്കാരിൻ്റെ തെറ്റായ ചെയ്തികളെ, ഏതൊക്കെ ചെയ്തികളെ ഞാൻ തിരുത്തി ജനങ്ങൾക്ക് വേണ്ടിയിട്ട് എന്തൊക്കെ നല്ല പ്രവർത്തനങ്ങൾ ഞാൻ അല്ലെങ്കിൽ ഞങ്ങളുടെ ടീം നിയമസഭയ്ക്കകത്ത് കാണിച്ചു കൊടുത്തു എന്ന് പറയാൻ വേണം. ഇത് രണ്ടും പറയാനില്ലാത്തവർക്ക് മറ്റുള്ളവരുടെ ചുമലിലേക്ക് കുറ്റങ്ങൾ ആരോപിക്കുകയല്ലാതെ മറ്റൊരു വഴിയുമില്ല. എപ്പോഴാണ് ഈ ഡീൽ വിവാദം തുടങ്ങുന്നതെന്ന് നിങ്ങളൊന്ന് പരിശോധിക്കണം. മാധ്യമപ്രവർത്തകരല്ലേ, കുറച്ചുകൂടി ഇൻവെസ്റ്റിഗേറ്റഡ് ജേർണലിസത്തിൻ്റെ ഭാഗമായി കുറച്ചുകൂടി ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തുകൊണ്ട് കാര്യങ്ങൾ പഠിക്കാൻ നിങ്ങൾ തയ്യാറായാൽ നിങ്ങൾക്കൊരു കാര്യം മനസ്സിലാവും. ഇന്ന് വി.ഡി. സതീശൻ, ഞാൻ അദ്ദേഹത്തെ CPM സൈബർ ഇടങ്ങൾ വിളിക്കുന്ന ഒരു പേരും ചാർത്തി കൊടുക്കാൻ ഞാൻ തയ്യാറാവുന്നില്ല. പക്ഷേ അദ്ദേഹം ഈ വിവാദത്തിന് തിരികൊളുത്തുമ്പോൾ എന്തായിരുന്നു UDFിൻ്റെ അവസ്ഥ എന്ന് നമ്മൾ മനസ്സിലാക്കണം.
അതായത് 100 സീറ്റ് കിട്ടിയില്ലെങ്കിൽ വനവാസത്തിന് പോകുമെന്ന് പറഞ്ഞിരുന്ന കോൺഫിഡൻസിൽ നിന്ന് എങ്ങനെയെങ്കിലും ഭരണത്തിലേക്ക് എത്താൻ ആരുടെ വീട്ടിന്റെ പിന്നാമ്പുറത്ത് പോയും പാത്രം കഴുകിക്കൊടുക്കാൻ തയ്യാറായി നിൽക്കുന്ന UDFന്റെ നേതാവായ അവസ്ഥയിലേക്ക് ശ്രീ VD സതീശൻ മാറുന്ന സാഹചര്യത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു ഡീൽ വിവാദം എന്ന് പറയുന്ന ഒരു പുകമറയുമായി അദ്ദേഹം ഇറങ്ങുന്നത്. നിങ്ങൾ നോക്കൂ, 24 മണിക്കൂർ ഇലക്ഷൻ പ്രഖ്യാപിച്ച് 24 മണിക്കൂറിനകം സ്ഥാനാർത്ഥികളെ മുഴുവൻ പ്രഖ്യാപിക്കുമെന്ന് പറഞ്ഞിടത്ത് നിന്ന് വലിയ വിവാദങ്ങളിലേക്കും പൊട്ടിത്തെറികളിലേക്കും അതിനും അപ്പുറത്ത് ഒരു നേതാവ് ഏതാണ്ട് ഒരു ദിവസം മുഴുവൻ കണ്ണൂരിലെ ഒറ്റക്കൊമ്പന്റെ മുന്നിൽ കേരളത്തിലെയും അതുപോലെ തന്നെ ഭാരതത്തിലെയും കോൺഗ്രസ് പാർട്ടി മുട്ടിൽ നിൽക്കുന്നതല്ലേ നമ്മൾ കണ്ടത്. അങ്ങനെ സ്വന്തം പാർട്ടിക്കകത്തുള്ള പൊട്ടിത്തെറിയും ജാള്യതയും അഭിപ്രായ വ്യത്യാസവും ഇനി ഒരിക്കലും തിരിച്ചു ഭരണത്തിലേക്ക് വരാൻ കഴിയില്ല എന്നുള്ള സാഹചര്യത്തെയും ആ സാഹചര്യത്തെ മുന്നിൽ കണ്ടുകൊണ്ട് അദ്ദേഹം ഉണ്ടാക്കിയിട്ടുള്ള ഒരു വിവാദം മാത്രമാണ്. അതായത് പരാജയപ്പെട്ട് കഴിഞ്ഞാൽ ഏതൊക്കെ സീറ്റിലാണോ പരാജയപ്പെടാൻ സാധ്യതയുള്ളത് ആ സീറ്റുകളിലൊക്കെ ജയിക്കാൻ സാധ്യതയുള്ള പാർട്ടിയുടെ ചുമലിലേക്ക് ഒരു ആരോപണം കെട്ടിവെക്കുകയും അതിന്റെ ഗുരുതരമായിട്ടുള്ള ഉത്തരവാദിത്വത്തിൽ നിന്ന് പിന്നാക്കം മാറുകയും ചെയ്യുന്ന ഒരു പ്രതിപക്ഷ നേതാവിന്റെ കോൺഫിഡൻസ് ഇല്ലായ്മയാണ് നിങ്ങൾ ഈ വിവാദം. അല്ല, കോൺഫിഡൻസ് ഇല്ലായ്മയല്ല, ആ ഡീലിനെ മറികടന്ന് ജയിക്കുമെന്ന കോൺഫിഡൻസ് തന്നെയാണ് പ്രതിപക്ഷ നേതാവ് പ്രകടിപ്പിച്ചത്. പക്ഷേ ഈ ഡീൽ ഉണ്ട് എന്നത് ജനങ്ങൾക്ക് മുന്നിൽ തുറന്നു കാട്ടുന്നു. പക്ഷേ ആ ഡീലിനെ ഞങ്ങൾ പൊളിക്കുമെന്നതാണ് പ്രതിപക്ഷ നേതാവ് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ശ്രീ നന്ദു, ഇവിടെ ഇപ്പോ ഏതാണ്ട് 10 മണ്ഡലങ്ങളിൽ ഡീൽ എന്ന ഒരു ആരോപണമാണ് ഉന്നയിച്ചിരുന്നത്. അതിന് കൃത്യമായ മറുപടി പറയാൻ ഇപ്പോൾ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് കഴിഞ്ഞിട്ടുണ്ടോ? പലപ്പോഴും മറ്റുള്ളവർ തമ്മിലാണ് ഡീൽ എന്ന് പറഞ്ഞ് അതിൽ നിന്ന് ഒഴിവാകുന്നതാണ് കണ്ടിട്ടുള്ളത്. ഇതൊരു പുതിയ പ്രൊപ്പഗണ്ടയാണ് എന്ന് പ്രധാനമന്ത്രി പറയുന്നുണ്ട്. പക്ഷെ അങ്ങനെയല്ല, കോലിബി മുതൽ പറഞ്ഞുകൊണ്ടാണ് ഇതിനെതിരെയുള്ള മറുപടി വരുന്നത്. അപ്പോൾ ഏത് ഭാഗത്തു നിന്ന് ആക്രമണം വന്നാലും അത് നിങ്ങളെ പ്രതിരോധിക്കുന്ന, നിങ്ങൾ വോട്ട് കച്ചവടക്കാരാണ് എന്ന് വരുത്തുന്ന ഒരു സാഹചര്യമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവിടെ പ്രചരണ രംഗത്തുണ്ടായിരുന്നത്. ഇപ്പോൾ പ്രധാനമന്ത്രി വന്ന് ആ കാര്യങ്ങളിലെല്ലാം മറുപടി പറഞ്ഞു പോകാൻ പ്രധാനമന്ത്രിയെ സംബന്ധിച്ച് പറ്റുന്നുണ്ടോ? അത് പാലക്കാടിന്റെ മണ്ണിലാകുമ്പോൾ അതിനൊരു നല്ല ഇമ്പാക്ട് നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടോ? അല്ല രേണു, ഞാൻ ഒരു ചെറിയ കേരളത്തിന്റെ പൊതുസമൂഹം ഇന്ന് ചോദിക്കുന്ന, ഇവിടുത്തെ രാഷ്ട്രീയക്കാർ ചോദിക്കുന്ന ചോദ്യമല്ല, കേരളത്തിന്റെ സാധാരണപ്പെട്ട ജനങ്ങൾ ചോദിക്കുന്ന ഒരു ചോദ്യം ഞാൻ നിങ്ങളുടെ മുൻപാകെ ചോദിക്കാം. ആ ചോദ്യം നിങ്ങൾ എൻ്റെ ഇടതു വലത് സഹപ്രവർത്തകരോട്, പ്രതിനിധികളോട് ഒന്ന് ചോദിക്കാൻ തയ്യാറാവണം. അതായത് കേരളത്തിനകത്ത് ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ ആർക്കാണ്? ഒരൊറ്റ പാർട്ടിക്കാണ്. അതായത് UDF എന്ന് പറയുന്ന കക്ഷിക്കാണ് കേരളത്തിനകത്ത് ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ. പക്ഷെ നേമത്ത് ജമാഅത്തെ ഇസ്ലാമി പിന്തുണയ്ക്കുന്നത് ആരെയാണ്? LDFനെയാണ്. അതേപോലെ തന്നെ SDPIയുടെ പിന്തുണ കേരളത്തിലെമ്പാടും അത് ഇടതുപക്ഷത്തിനാണ്. പക്ഷെ മഞ്ചേശ്വരത്ത് SDPIയെ പിന്തുണയ്ക്കുന്നത് ആരെയാണ്? അത് UDFനെയാണ്, മുസ്ലിം ലീഗിനെയാണ്. നിങ്ങൾ നോക്കൂ, കേരളത്തിനകത്തുള്ളൊരു പ്രതിഭാസം. നേമത്തേക്ക് വരുമ്പോൾ SDPI, ജമാഅത്തെ ഇസ്ലാമി, PDP, LDF, UDF കക്ഷികളെയാണ് BJP നേരിടുന്നത്. അത് മഞ്ചേശ്വരത്തേക്ക് വരുമ്പോൾ SDPI, PDP, ജമാഅത്തെ ഇസ്ലാമി, CPM, കോൺഗ്രസ് അല്ലെങ്കിൽ LDF, UDF ഈ മുന്നണിയെയാണ് ഞങ്ങൾ നേരിടുന്നത്. നിങ്ങൾ നോക്കൂ, കേരളത്തിൽ ഇങ്ങനെ ഒരു സപ്തകക്ഷി സംഘടനയെ നേരിടുന്ന മറ്റേതൊരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് ഉള്ളത്? UDF ഉണ്ടോ? LDF ഉണ്ടോ? ഈ ചോദ്യത്തിന് ഇവർ രണ്ടുപേരും മറുപടി പറയും. ഇനി SDPIയെ കുറിച്ച് ചോദിക്കുമ്പോൾ അതുവരെ കൂൾ ആൻഡ് ക്വയറ്റ് ആയിട്ടിരിക്കുന്ന മുഖ്യമന്ത്രി എന്തിനാണ് ചാടിപ്പുറപ്പെട്ട് അവിടുത്തെ മാധ്യമപ്രവർത്തകരുടെ തോളിൽ കയറുന്നത്? പണ്ട് നമ്മൾ ഈ പറയുന്ന മസ്കറ്റ് ഹോട്ടലിൽ മാത്രം കണ്ടിരുന്ന കടക്ക് പുറത്തു ഭാഷയിൽ എന്തിനാണ് മാധ്യമപ്രവർത്തകരോട് തട്ടിക്കിടുന്നത്? ഞാൻ SDPIയുടെ വോട്ട് വാങ്ങുന്നില്ല എങ്കിൽ അഭിമാനത്തോടു കൂടി പറയണ്ടേ, എനിക്ക് SDPIയുടെ വോട്ട് വേണ്ട. ഇടതുപക്ഷം ഒരിടത്ത് SDPIയുടെ വോട്ട് ചോദിച്ചിട്ടില്ല. ഇനി അവർ പിന്തുണ തരാമെന്ന് തീരുമാനിച്ചാൽ ആ പിന്തുണ ഞങ്ങൾക്ക് വേണ്ട. ഞാൻ പറയാം, ഞാൻ BJPയുടെ പ്രതിനിധിയാണ്, BJPയുടെ സംസ്ഥാന നിലവാരത്തിൽ പ്രവർത്തിക്കുന്ന ഒരു പ്രതിനിധിയാണ്. ഞാൻ പറയാൻ തയ്യാറുണ്ട്, SDPIയുടെയോ ജമാഅത്തെ ഇസ്ലാമിയുടെയോ PDPയുടെയോ ഒരു വർഗീയവാദ രാഷ്ട്രദ്രോഹ സംഘടനകളുടെയും വോട്ട് ഞങ്ങൾക്ക് വേണ്ട എന്ന് BJPയുടെ പ്രതിനിധി പറയാൻ തയ്യാറുണ്ട്. ഇതുപോലെ പറയാൻ, ഇത്ര കോൺഫിഡന്റ് ആയി പറയാൻ കേരളത്തിലെ ഇടതുപക്ഷത്തിനോ വലതുപക്ഷത്തിനോ സാധിക്കും. ഒന്നാമത്തെ ചോദ്യം. ഇനി ഒരൊറ്റ കാര്യം കൂടി ഞാൻ നിങ്ങളോട് പറയാം. ഇന്ന് കേരളത്തിനകത്ത് അഭിമന്യു മരണപ്പെട്ടപ്പോൾ ഇവർ പാടിയൊരു പാട്ടുണ്ട്, നാൻ പെട്ര മകനെ എന്ന്.
നിങ്ങൾ നോക്കേണ്ടത് ആ അഭിമന്യു മരണപ്പെടാനുണ്ടായ സാഹചര്യം SDP-യുടെ തീവ്രവാദ സ്വഭാവമുള്ള ആളുകളാണ് അദ്ദേഹത്തിന്റെ ചങ്കിൽ കത്തി ഇറക്കി അദ്ദേഹത്തെ കൊന്നത്. ഈ ചോദ്യം കേരളത്തിലെ മാധ്യമങ്ങൾ ചോദിക്കുമ്പോൾ മുഖ്യമന്ത്രിക്ക് എന്തിനാണ് ശൗര്യം കൂടുന്നത്? അദ്ദേഹം കേരളത്തിന്റെ മുഖ്യമന്ത്രി ഇന്ന് താൻ പെറ്റ മകൾക്ക് വേണ്ടി മാത്രം രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ഒരു അല്പനായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ് ഞങ്ങളുടെ നിലപാട്. സ്വന്തം സഹപ്രവർത്തകന്മാരുടെ ചോരയിൽ അധികാരത്തിലേക്ക് എത്തണം എന്ന കോൺഗ്രസ് തന്ത്രം, അതേ തന്ത്രം CPM പയറ്റുന്നു എന്നുള്ളതാണ് ഞങ്ങളുടെ നിലപാട്. മാവോ ലീഗ് കോൺഗ്രസ് ബന്ധത്തെക്കുറിച്ച് ആരോപിച്ചിരുന്നു എങ്കിൽ ഇന്ന് ആ വിധത്തിൽ പോലും ഈ വിഷയങ്ങളിൽ മറുപടി പറഞ്ഞു പോകുന്നില്ല പ്രധാനമന്ത്രി എന്നതുകൂടി നമ്മൾ കാണണം. അപ്പോൾ താങ്കൾ ഈ പറഞ്ഞ ആരോപണങ്ങളൊന്നും പ്രധാനമന്ത്രിക്ക് പറയാനില്ലാത്തത് കൊണ്ടാണോ? ആദ്യ ഘട്ടത്തിൽ തന്നെ പറഞ്ഞു ഞങ്ങൾ ഇത്തരത്തിൽ കേരളത്തിനകത്ത് ഒരു വികസിത കേരളത്തെ കുറിച്ച് ചർച്ച ചെയ്യിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന പാർട്ടിയാണ്. ഞങ്ങൾ കേരളത്തിനകത്ത് വികസനം ചർച്ച ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന പാർട്ടിയാണ്. കഴിഞ്ഞ 10 വർഷത്തെ സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങളെ ചർച്ച ചെയ്യിപ്പിക്കണമെന്ന് ആഗ്രഹിക്കുന്ന പാർട്ടിയാണ്. അങ്ങനെ ചർച്ച ചെയ്യിപ്പിക്കേണ്ട ഒരു പോസിറ്റീവ് പൊളിറ്റിക്സ് ചർച്ച ചെയ്യിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു പാർട്ടിയുടെ പ്രധാനമന്ത്രി ഇവിടുത്തെ ഇവരുടെ ഈ നാർന്ന രാഷ്ട്രീയത്തിന് മറുപടി രാജ്യത്തിന്റെ പ്രധാനമന്ത്രിക്ക് ഒരു ഡിഗ്നിറ്റി ഉണ്ട്. പ്രധാനമന്ത്രി ഇതിനു മുൻപ് പറഞ്ഞ ആരോപണം തന്നെയാണ് ഞാൻ സൂചിപ്പിച്ചത്. അതും ഈ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി തിരുവനന്തപുരത്ത് എത്തിയപ്പോൾ പറഞ്ഞ കാര്യം പോലും അദ്ദേഹം ഇപ്പോൾ പറഞ്ഞില്ലല്ലോ. പ്രധാനമന്ത്രി പറഞ്ഞ ആരോപണത്തിൽ നിന്ന് ഞാൻ ചോദിച്ചത് പ്രധാനമന്ത്രി പറഞ്ഞ ഏതെങ്കിലും ഒരു ആരോപണത്തിൽ നിന്ന് പ്രധാനമന്ത്രി പിറകിലേക്ക് പോയോ? ഇല്ലല്ലോ. പ്രധാനമന്ത്രി പറഞ്ഞ ആരോപണം, പ്രധാനമന്ത്രി ഉയർത്തിയ ആരോപണമായി തന്നെ നിൽക്കുന്നു. പക്ഷേ ഒരു ഘട്ടത്തിൽ ജമാഅത്തെ ഇസ്ലാമി നല്ല സംഘടനയാണെന്ന് പറഞ്ഞ പാർട്ടി സെക്രട്ടറിയായ പിണറായി വിജയൻ ഇന്ന് ജമാഅത്തെ ഇസ്ലാമി ഒരു ഭീകരവാദ സംഘടനയാണെന്ന് പറയുന്നുണ്ട്. പക്ഷെ അന്ന് ജമാഅത്തെ ഇസ്ലാമി ഭീകരവാദ സംഘടനയായിരുന്നു എന്ന് പറഞ്ഞിരുന്ന VD സതീശനും കോൺഗ്രസും ഇന്ന് ജമാഅത്തെ ഇസ്ലാമി ഏറ്റവും വലിയ മതേതര പാർട്ടിയാണെന്ന് പറയുന്നുണ്ട്. രണ്ടാം ഘട്ടത്തിലെത്താം. ഇത്രയും സമയമെടുത്ത് തന്നെ ആ കാര്യങ്ങൾ വിശദീകരിച്ചല്ലോ ശ്രീ സുരേഷ്. നോക്കൂ, ഇവിടെ ഇപ്പോ വലിയ രീതിയിൽ SDPI PDP പാർട്ടികളുടെ പിന്തുണ ഉൾപ്പെടെയുള്ള കാര്യത്തിൽ BJP പ്രതിനിധി ആദ്യഘട്ടത്തിൽ തന്നെ മറുപടി പറഞ്ഞു പോകുന്നുണ്ട്. പ്രധാനമന്ത്രി ഇന്ന് പറഞ്ഞത് കോൺഗ്രസ് ആയാലും CPM ആയാലും അത് B ടീമാണ്, ഭയം മൂലമാണ് ഈ ഡീൽ ആരോപണം BJPക്കെതിരെ ഉന്നയിക്കുന്നത് എന്നതാണ്. A ടീം ഒന്നേ ഉള്ളൂ കേരളത്തിൽ, അത് BJP ആണ് എന്നതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ വലിയ ചർച്ചയായി ഈ ഡീൽ ആരോപണം മാറുമ്പോൾ കൃത്യമായ മറുപടിയാണോ പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്? നിങ്ങൾ എങ്ങനെയാണ് അതിനെ നോക്കിക്കാണുന്നത്? ഞങ്ങളതിനെ നോക്കിക്കാണുന്നത് ഇവിടെ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് BJPയുടെ എന്റെ സഹ പാനലിസ്റ്റ് ഒരു കാര്യം, വളരെ പ്രസക്തമായ ഒരു കാര്യം മുന്നോട്ട് വെച്ചു. കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും ഐക്യ ജനാധിപത്യ മുന്നണിയും ഏത് രാഷ്ട്രീയം പറഞ്ഞുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പിനെ സമീപിക്കുന്നത് എന്നതാണ് അദ്ദേഹം ചോദിച്ച ചോദ്യം. ഐക്യ ജനാധിപത്യ മുന്നണിക്ക് മുന്നോട്ട് വെക്കാൻ രാഷ്ട്രീയം ഇല്ലാഞ്ഞിട്ട് ആ രാഷ്ട്രീയ ദാരിദ്ര്യം അനുഭവിക്കുന്നത് കൊണ്ടാണ് ഡീൽ എന്ന പഴകിത്തേഞ്ഞ ആരോപണം അവർ മുന്നോട്ട് വെക്കുന്നത്. കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയം കേരളത്തിൽ കഴിഞ്ഞ 10 വർഷക്കാലം 1ഉം 2ഉം പിണറായി സർക്കാർ ഈ കേരളത്തിൽ നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങളിൽ ഊന്നി നിന്നുകൊണ്ടുള്ള ഒരു രാഷ്ട്രീയ പ്രവർത്തനം തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ മുന്നോട്ട് വെക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയ മുദ്രാവാക്യം. അത് കേരളത്തിലെ വൻകിട പദ്ധതികൾ, ഇപ്പോ കേരളത്തിന്റെ ഖജനാവിൽ നിന്നും പണം എടുത്തു കൊടുത്ത് ഒരു ഘട്ടത്തിൽ നിർത്തിപ്പോയ ദേശീയപാത വികസനം യാഥാർത്ഥ്യമാക്കിയ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ, ഇന്ത്യക്ക് തന്നെ മാതൃകയായി ഇന്ത്യയിലെ ആദ്യത്തെ വാട്ടർ മെട്രോ പൂർത്തീകരിച്ച ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ, വിഴിഞ്ഞം തുറമുഖം വളരെ കൃത്യതയോടുകൂടി സമയബന്ധിതമായി പൂർത്തീകരിച്ച കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ, ഗെയിൽ പൈപ്പ് ലൈൻ പദ്ധതി പൂർത്തീകരിച്ച ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ, ടെക്നിക്കൽ യൂണിവേഴ്സിറ്റി പൂർത്തീകരിച്ച ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ. ഇത്തരത്തിലുള്ള ഒട്ടേറെ കാര്യങ്ങൾ ഇനിയും പറയാനുണ്ട്. ബൃഹത് പദ്ധതികൾ ഒരു വശത്ത്, മറുവശത്ത് കേരളത്തിലെ പെൻഷൻ ഗുണഭോക്താക്കളായിട്ടുള്ള അമ്മമാർ, സഹോദരിമാർ, പ്രിയപ്പെട്ടവർ, അവരുടെ പെൻഷൻ കൃത്യമായി അവരുടെ കൈകളിലേക്ക് 2000 രൂപ വെച്ച് പ്രതിമാസം എത്തിച്ചു കൊടുക്കുന്ന ഗവൺമെന്റ്, 5 ലക്ഷത്തിലധികം ആളുകൾക്ക് തലചായ്ക്കാൻ ഇടമുണ്ടാക്കി കൊടുത്ത ഗവൺമെന്റ്, 4 ലക്ഷത്തിലധികം ആളുകൾക്ക് അവരെ ഭൂമിയുടെ ഉടമസ്ഥ അവകാശരാക്കി മാറ്റിയ ഗവൺമെന്റ്, കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് 3 ലക്ഷത്തിലധികം വരുന്ന ചെറുപ്പക്കാരെ, യുവജനങ്ങളെ PSC മുഖാന്തരം ജോലിക്ക് കയറ്റി, അത് ഇന്ത്യയിൽ റെക്കോർഡാണ്. ഇത്തരത്തിൽ വളരെ കൃത്യമായി
സാധാരണക്കാരനെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ, ഞാൻ എല്ലാം പറയാത്തത് മറ്റ് സഹ പാനലിസ്റ്റുകൾക്ക് ചർച്ചയിൽ പങ്കെടുക്കാനുള്ള അവസരം നൽകുന്നതിന് വേണ്ടിയിട്ടാണ്. ഇത്തരത്തിൽ സാധാരണക്കാരെ ബാധിക്കുന്ന പ്രശ്നങ്ങളും ബൃഹത് പദ്ധതികളും സമന്വയിപ്പിച്ച് ഒരു ഗവൺമെന്റ് വളരെ കൃത്യമായിട്ടുള്ള വികസന നയം നടപ്പിലാക്കിയ ഒരു സംസ്ഥാനത്ത് നിന്ന് ആത്മാഭിമാനത്തോട് കൂടിയിട്ടാണ് ഞങ്ങൾ വോട്ട് ചോദിക്കുന്നത്. ഞങ്ങൾ വോട്ട് ചോദിക്കുമ്പോൾ കേന്ദ്ര ഗവൺമെന്റ് ഈ സംസ്ഥാനത്ത് നിന്ന് GST ഇനത്തിൽ തിരിച്ചു കൊണ്ടുപോയ പണം, ആ പണത്തിന്റെ വിഹിതത്തിന് വേണ്ടി സംസ്ഥാന ഗവൺമെന്റിന് ഭരണസ്ഥിരാ കേന്ദ്രമായിട്ടുള്ള ഡൽഹിയിൽ കേരള മുഖ്യമന്ത്രിക്ക്, മന്ത്രിമാർക്ക്, MLA-മാർക്ക് സമരം ചെയ്യേണ്ടി വന്ന ഒരു ഗതികെട്ട കാലം കൂടിയായിരുന്നു ഈ കാലം എന്നുള്ളത് നാം ഓർക്കണം. അവിടെ പിന്നീട് കേരളത്തെ മാതൃകയാക്കി കർണാടക സർക്കാർ ഉൾപ്പെടെ അവിടെ ഇതേ രൂപത്തിൽ ഇതേ മാതൃകയിൽ സമരം ചെയ്യേണ്ടതായിട്ട് വന്നു. പിന്നെ ഇവിടെ നന്ദു പറഞ്ഞ BJP-യുടെ പ്രതിനിധി പറഞ്ഞ ചില കാര്യങ്ങൾ, അദ്ദേഹം ജമാഅത്തെ ഇസ്ലാമിയെ കുറിച്ച് പറഞ്ഞിട്ട് വീറോടുകൂടി പറയുന്നത് കണ്ടു. ഞാൻ എന്തോ സംസ്ഥാന പ്രതിനിധിയാണ്, ഞാൻ പറയുന്നു ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ ഞങ്ങൾക്ക് വേണ്ട. നന്ദു, ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 2022 ജമ്മു കാശ്മീരിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ ഗുൽഗാം മണ്ഡലത്തിൽ അവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായി മത്സരിച്ചത് CPM-ന്റെ കേന്ദ്ര കമ്മിറ്റി അംഗമായിട്ടുള്ള സഖാവ് മുഹമ്മദ് യൂസഫ് തരിഗാമിയാണ്. ആ മുഹമ്മദ് യൂസഫ് തരിഗാമിയെ പരാജയപ്പെടുത്തുന്നതിന് വേണ്ടി BJP ജമാഅത്തെ ഇസ്ലാമി സംയുക്ത സ്ഥാനാർത്ഥിയാണ് മത്സരിച്ചിട്ടുള്ളത്. അപ്പോ നിങ്ങൾ ഈ പറയുന്ന രാജ്യദ്രോഹ ശക്തികളുടെ പിന്തുണ എവിടെയാണ് നിങ്ങൾ നേടിയത്? നിങ്ങൾ പറയുന്നതിൽ എന്തെങ്കിലും രാഷ്ട്രീയ ആത്മാർത്ഥതയുണ്ടോ? വെറുതെ ഈ രൂപത്തിൽ വന്ന് ആർക്കും കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയില്ല, അത് ഗ്രഹിച്ചെടുക്കാൻ കഴിയില്ല. ഇത്തരത്തിലുള്ള അവിശുദ്ധ കൂട്ടുകെട്ടുകൾ ഞങ്ങൾ നടത്തുമ്പോൾ അത് പവിത്രവൽക്കരിക്കപ്പെട്ട കൂട്ടുകെട്ടുകൾ ഇവിടെ വന്നിട്ട് രാജ്യദ്രോഹ ശക്തികൾ എന്നൊക്കെ വീറോടെ വാദിക്കുമ്പോൾ ഈ കപട ദേശീയത മടക്കി അങ്ങ് പോക്കറ്റിൽ വെച്ചിരുന്നാൽ മതി കേട്ടോ. ഇത്തരത്തിൽ എല്ലാ കാലത്തും ഈ രാജ്യത്തെ വംശീയ രാജ്യദ്രോഹ ശക്തികളെ യഥാവിധി കാലത്തും സ്ഥാനത്തും അസ്ഥാനത്തും പ്രോത്സാഹിപ്പിക്കുന്ന സമീപനം സ്വീകരിച്ചിട്ടുള്ള രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ പേരാണ് BJP. അതിനു മുൻപ് വളരെ പണ്ട് RSS ഈ പരിപാടി ഈ രാജ്യത്ത് നടപ്പിലാക്കിയിട്ടുണ്ട്. എത്രയോ കാര്യങ്ങൾ, എത്രയോ സംഗതികൾ നമുക്ക് എടുത്തു പറയാൻ വേണ്ടി സാധിക്കും. പക്ഷേ സുരേഷ് നോക്കൂ, ഇവിടെ ഇപ്പൊ ജമാഅത്തെ UDF ബന്ധത്തിനെതിരെ പറഞ്ഞത് ആരാണ് എന്നൊരു ചോദ്യമുണ്ടല്ലോ. ആ പറഞ്ഞവർ എന്തുകൊണ്ടാണ് ഈ ഒരു ഘട്ടത്തിൽ പിന്നോട്ട് പോകുന്നത് എന്നൊരു ചോദ്യമുണ്ടല്ലോ. അവിടെ മറ്റ് ചില മണ്ഡലങ്ങളിൽ ഇപ്പോൾ ജമാഅത്തിന്റെ പിന്തുണ കിട്ടുന്നത് കൊണ്ടാണോ ആ പിൻവലിയൽ എന്നൊരു ചോദ്യം ഉയരുമല്ലോ. അല്ല, ഞങ്ങൾ ഒരു പിൻവലിയലും ഇക്കാര്യത്തിൽ നടത്തിയിട്ടില്ല. ജമാഅത്തെ ഇസ്ലാമിയെ കുറിച്ച്, SDPI-യെ കുറിച്ച്, RSS-നെ കുറിച്ച് വളരെ കൃത്യമായി പാർട്ടിയുടെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ഇന്നലെ ഇന്നുമായി ചില സ്റ്റേറ്റ്മെന്റുകൾ നടത്തിയിട്ടുണ്ട്. ആ സ്റ്റേറ്റ്മെന്റ് ഈ സംസ്ഥാനത്തെ, ഈ രാജ്യത്തെ ഓരോ കമ്മ്യൂണിസ്റ്റ് സഖാക്കൾക്കും പൊതുവിൽ അതാണ് ഞങ്ങളുടെ അഭിപ്രായം, ഞങ്ങളുടെ തീരുമാനം, ഞങ്ങളുടെ അടിയുറച്ച നിലപാട്. ആ നിലപാടിനപ്പുറത്തേക്ക് ഒരു കാര്യവും പോയിട്ടില്ല. പിന്നെ ഇവിടെ BJP ഈ കേരളത്തിൽ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രേണുവയ്ക്ക് ഉൾപ്പെടെയുള്ള മുഴുവൻ മാധ്യമ പ്രവർത്തകർക്കും അറിയാം, അവർ മത്സരിക്കുന്നത് അവരുടെ ചടങ്ങ് നിർവഹിക്കൽ മാത്രമാണ് നടത്തിയിട്ടുള്ളത്. അവർ ഏതെങ്കിലും മണ്ഡലങ്ങളിൽ അവർക്ക് സ്ഥാനാർത്ഥികളെ, സഫീഷ്യന്റ് ആയിട്ടുള്ള സ്ഥാനാർത്ഥികളെ കിട്ടാത്തത്, അവർ ഏതെങ്കിലും രൂപത്തിൽ ഈ സംസ്ഥാനത്ത് ഒരു മത്സരം പോലും നടത്താൻ കെൽപ്പില്ലാതെ രാഷ്ട്രീയ ദുർബലത, ദൗർബല്യം നേരിടുന്നത് അത് ആരുടെയെങ്കിലും ചുമലിൽ കൊണ്ട് ചാടാൻ ശ്രമിക്കുന്നത് അങ്ങേയറ്റം നിന്ദ്യമായിട്ടുള്ള കാര്യമാണ്. നിങ്ങൾ നോക്കൂ, എല്ലാ കാലത്തും കോൺഗ്രസുമായി വേണ്ടി ജനാധിപത്യ പ്രക്രിയയിൽ അവിശുദ്ധ രാഷ്ട്രീയ സഖ്യം കൂട്ടുകെട്ട് നടത്തിയിട്ടുണ്ട്. എത്രയോ ചരിത്രം നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും. ആ ചരിത്രത്തിലേക്ക് ഞാൻ കടക്കുന്നില്ല. എത്രയെങ്കിലും ചരിത്രം നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും. ഇപ്പൊ കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിൽ തന്നെ മറ്റത്തൂരിൽ, അതുപോലെ തന്നെ എറണാകുളത്ത് പലയിടങ്ങളിലും, കേരളത്തിന്റെ പല ജില്ലകളിലും പല തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും BJP കോൺഗ്രസ് അവിശുദ്ധ കൂട്ടുകെട്ടാണ് ഭരണം നടത്തുന്നത്. അതിനെ സംബന്ധിച്ച് ചോദിക്കുമ്പോൾ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് അരി എത്രയെന്ന് ചോദിക്കുമ്പോൾ പയർ അഞ്ഞാഴി എന്നാണ് മറുപടി പറയുന്നത്. BJP-യുടെ സംസ്ഥാന പ്രസിഡന്റിന് ഇതിനെ സംബന്ധിച്ച് യാതൊരുവിധ കാര്യവും പറയാനുള്ള ഗ്രാഹ്യവുമില്ല, അദ്ദേഹം ഇതൊന്നും പറയാറുമില്ല. മറ്റൊരു കാര്യം കൂടെയുണ്ട്. ഈ കാര്യങ്ങൾ ഉൾപ്പെടെ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് സത്യസന്ധമായിട്ടുള്ള ഒരു ചർച്ചയ്ക്ക് ഇപ്പോൾ BJP-യുടെ സംസ്ഥാന പ്രസിഡന്റ് മത്സരിക്കുന്ന നേമത്ത് പോലും അദ്ദേഹത്തെ വിളിച്ചിട്ട് അദ്ദേഹം ഉരുണ്ട് കളിക്കുകയാണ്. അദ്ദേഹം ഇപ്പോൾ ഞാൻ അത്തരം ഒരു ചർച്ചയിൽ പങ്കെടുക്കണമോ എന്നുള്ളതിനെ സംബന്ധിച്ചുള്ള
ശരി, എന്തായാലും ആ സംവാദം പ്രധാനമന്ത്രി വരുന്ന ദിവസം വെച്ചതുകൊണ്ട് അത് മനഃപൂർവ്വമാണ് എന്ന് പറയുന്നു. ഇപ്പോൾ എന്തായാലും VD സതീശൻ മറ്റൊരു സംവാദത്തിന് മുഖ്യമന്ത്രിയെ വിളിച്ചിട്ടുണ്ട്. സംവാദമാണ് നടക്കേണ്ടത്. അത് എങ്ങനെ പോകുമെന്നത് നമുക്ക് കാത്തിരുന്ന് കാണാം. ഞാൻ താങ്കളിലേക്ക് രണ്ടാം ഘട്ടത്തിൽ തിരിച്ചെത്താം. സാങ്കേതിക പിഴവ് കൂടിയുണ്ട്. കാരണം SDPIയുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങളിൽ നിന്ന് മുഖ്യമന്ത്രി ഒഴിഞ്ഞു പോകുന്ന സാഹചര്യമുണ്ട്. ഞാൻ രണ്ടാം ഘട്ടത്തിൽ അതിലേക്ക് വരാം. കേൾക്കാമോ? മുഖ്യമന്ത്രിയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ട് ആ ഡേറ്റ് BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ രാജീവ് ചന്ദ്രശേഖരന് തീരുമാനിക്കാമെന്ന് പ്രിയപ്പെട്ട കേരളത്തിന്റെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി, ആ മണ്ഡലത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി, ഇവരുടെ അക്കൗണ്ട് പൂട്ടിച്ച നേതാവ് V. ശിവൻകുട്ടി തന്നെ പറഞ്ഞിട്ടുണ്ട്. അതിന് അദ്ദേഹം കൃത്യമായ മറുപടി പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് അപ്ഡേറ്റ്. ശരി. എന്തായാലും ഏറ്റവും ഒടുവിൽ മുഖ്യമന്ത്രിയെ VD സതീശനും സംവാദത്തിന് വിളിച്ചിട്ടുള്ള ഒരു സാഹചര്യമുണ്ട്. തൃത്താലയിൽ തുടങ്ങിയ ഈ സംവാദ വെല്ലുവിളികൾ ഇപ്പോഴും തുടരുന്നു എന്നതാണ് നമ്മൾ കാണുന്നത്. ശ്രീ മുഹമ്മദ് ഷമ്മാസ്, നോക്കൂ, ഇവിടെ ഇപ്പോൾ പ്രധാനമന്ത്രി പാലക്കാട് BJP ഏറ്റവും സാധ്യത കൽപ്പിക്കുന്ന മണ്ഡലത്തിലേക്കാണ് എത്തിയത്. വലിയ രീതിയിൽ പ്രവർത്തകർക്ക് ആവേശം നൽകിക്കൊണ്ടാണ് പ്രധാനമന്ത്രി ഇന്ന് മടങ്ങിയിരിക്കുന്നത്. അവിടെ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് കോൺഗ്രസിനെതിരെ കടന്നാക്രമിക്കുന്ന മുഖ്യമന്ത്രിയാണ് നമ്മൾ കണ്ടത്. UPA സർക്കാർ നൽകിയതിനേക്കാൾ കൂടുതൽ സഹായം കേരളത്തിന് നൽകിയിട്ടുള്ളത് തങ്ങളാണ് എന്ന അവകാശവാദം ഉന്നയിക്കുന്നു. കോൺഗ്രസിനെ എല്ലാ തരത്തിലും ആക്രമിച്ചുകൊണ്ടുള്ള സമീപനം പ്രധാനമന്ത്രി അവിടെ സ്വീകരിക്കുകയും കോൺഗ്രസ് ഉയർത്തിയ ഡീൽ ആരോപണത്തിന് അത് ഭയപ്പാട് മൂലമാണ് എന്ന് മറുപടി പറയുകയും ചെയ്തിരിക്കുകയാണ്. പാലക്കാട് ഉൾപ്പെടെ നിങ്ങൾ ഡീൽ ആരോപണം ഉന്നയിക്കുമ്പോൾ എല്ലാവരും ചൂണ്ടിക്കാട്ടിയത് അത് തോൽവി ഭയന്നുള്ള ആരോപണം എന്നതാണ്. അത് തന്നെ പ്രധാനമന്ത്രിയും പറയുന്നു. നോക്കൂ, ഇവിടെ ഈ വിഷയത്തിൽ പ്രധാനമന്ത്രി വരെ കടന്നാക്രമിക്കുന്നത് കോൺഗ്രസിനെയും UDFനെയുമാണ്. ഏതെങ്കിലും തരത്തിൽ മുഖ്യമന്ത്രിയോ CPMനെയോ അതിരൂക്ഷമായി വിമർശിക്കുകയോ കടന്നാക്രമിക്കുകയോ ചെയ്യുന്നത് നമുക്ക് എത്ര കണ്ട് അതിന്റെ ഗൗരവം നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടോ എന്ന് നേരത്തെ തന്നെ വ്യക്തമായിട്ടുള്ളതുമാണ്. ഇവിടെ തന്നെയാണ്, അതുകൊണ്ട് തന്നെയാണ് കോൺഗ്രസിന്റെ ഉത്തരവാദിത്തപ്പെട്ട നേതാക്കൾ വളരെ ആധികാരികമായി തന്നെ സംസ്ഥാനത്തെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ചും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഡീലുകളെ സംബന്ധിച്ച് കൃത്യമായി പൊതുസമൂഹത്തോട് വിളിച്ചു പറയേണ്ടി വന്നത്. ഇത് ഏതെങ്കിലും തരത്തിൽ ഇന്നോ ഇന്നലെയോ ഒരു തെരഞ്ഞെടുപ്പ് കാലത്ത് തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം വന്നപ്പോൾ തുടങ്ങിയ കഥയൊന്നുമല്ലല്ലോ. സാക്ഷാൽ സഖാവ് പിണറായി വിജയനുമായി ബന്ധപ്പെട്ട SNC ലാവലിംഗ് കേസ് മുതൽ ഇങ്ങോട്ട് നിരവധി വിഷയങ്ങളിൽ ഈ പറയപ്പെട്ട CPM BJP കൂട്ടുകെട്ട് ഡീലുകൾ നടന്നിട്ടുണ്ട്. അത് തൃശ്ശൂര് പൂരം കലക്കിയിട്ട് തൃശ്ശൂർ സീറ്റ് ജയിച്ചെടുക്കാനുള്ള അടവ് നയത്തിന്റെ ഭാഗമായിട്ടാണെങ്കിലും ഈ പറഞ്ഞ ADGPയും RSS നേതാക്കളും തമ്മിൽ കൂടിക്കാഴ്ച നടന്ന വിഷയങ്ങളായാലും ഇവർ നടത്തിയ രഹസ്യ ചർച്ചകൾ സംബന്ധിച്ചാണെങ്കിലും ഈ പറഞ്ഞ മുഖ്യമന്ത്രിയുടെ മകളുടേത് ഉൾപ്പെടെയുള്ള പല കേസുകളിലും CMRലുമായി ബന്ധപ്പെട്ട കേസാണെങ്കിലും മുഖ്യമന്ത്രി തന്നെ പലപ്പോഴും പ്രതിക്കൂട്ടിലായ സ്വർണ്ണക്കടത്തും ഡോളർ കടത്തും മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഉൾപ്പെടെ പ്രതിസ്ഥാനത്ത് വരുന്ന രീതിയിലേക്ക് വന്ന പല കേസുകളും ഒത്തുതീർപ്പാക്കുന്നതിൽ ഉൾപ്പെടെ CPMന്റെയും BJPയുടെയും അന്തർധാരയും ഡീലും ഒക്കെ വളരെ കൃത്യമായി മുൻകാലങ്ങളിൽ നടന്നിട്ടുണ്ട്. അതിന്റെ ഒരു തുടർച്ച എന്ന രീതിയിലേക്ക് തെരഞ്ഞെടുപ്പിലും അത്തരം ചില ഡീലുകൾ ഇവർ അണിയറയിൽ ഒരുക്കി തയ്യാറാക്കി വെച്ച് മുന്നോട്ട് പോകുമ്പോൾ അതറിഞ്ഞിട്ട് എന്നാ പിന്നെ അതങ്ങ് നടന്നോട്ടെ എന്ന് കരുതി മിണ്ടാതിരിക്കാൻ, അത് പൊതുസമൂഹത്തോട് വിളിച്ചു പറയാതിരിക്കാൻ കോൺഗ്രസിന്റെ UDFന്റെ നേതാക്കന്മാർക്ക് കഴിയില്ല. ഒന്ന്, പിന്നെ ഈ പറഞ്ഞ ഇന്നിപ്പോ പറഞ്ഞത് താങ്കൾ തന്നെ പറഞ്ഞു, നരേന്ദ്രമോദി വന്നിട്ട് കോൺഗ്രസ് നേതാക്കളെ കുറിച്ചും ഈ പറഞ്ഞ എല്ലാ തരത്തിലുമുള്ള അദ്ദേഹത്തിന്റെ കഴിവും ഭാഷാ ശൈലിയും എല്ലാം ഉപയോഗിച്ച് വളരെ ശക്തമായി കടന്നാക്രമിച്ചിട്ട് പോയി എന്ന്. എന്തുകൊണ്ടാണ് അദ്ദേഹം ഈ പറഞ്ഞ പാലക്കാട് തന്നെ തെരഞ്ഞെടുത്ത് ഈ രീതിയിലേക്ക് CPMന്റെ ഒരു B ടീമായി കൊണ്ട് തന്നെയാണ് ഇപ്പൊ BJP പ്രവർത്തിക്കുന്നത്. അവരുടെ നാവായിട്ടാണ് നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ള ആളുകൾ സംസാരിക്കുന്നത്. ഇവിടെ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന BJP പ്രതിനിധിയുടെയും CPM പ്രതിനിധിയുടെയും ശബ്ദം ഒരുപോലെ തന്നെ എനിക്കും ഈ ചർച്ച കേൾക്കുന്ന പ്രേക്ഷകർക്കും ന്യൂസ് 8ന്റെ പ്രേക്ഷകർക്കും തോന്നിപ്പോവുകയാണ്. കാരണം പണ്ടേ സിനിമയില് തിലകനും ശ്രീനിവാസനും തമ്മിൽ ഒരു ഡയലോഗ് ഉണ്ട്, ചേട്ടാ നമ്മുടെ രണ്ടുപേരുടെയും ശബ്ദം ഒരുപോലെ ഉണ്ടല്ലോ എന്ന് പറയുന്നത് പോലെ ഇവിടെ CPM നേതാവിന്റെയും BJP നേതാവിന്റെയും ഒരേ ശബ്ദം തന്നെയാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അത് കൃത്യമായി കേരളത്തിലെ പൊതുസമൂഹം മനസ്സിലാക്കി വിലയിരുത്തി വോട്ട് രേഖപ്പെടുത്തുമ്പോ ഈ സംസ്ഥാനത്ത് റിസൾട്ട് പുറത്തു വരുമ്പോ അത് UDFന്റെ സർക്കാരിന് അധികാരത്തിലേറ്റുന്നതോടുകൂടി ഇവരുടെ ഈ പറഞ്ഞ എല്ലാ തരത്തിലുള്ള പൊള്ളത്തരവും കള്ളത്തരവും ഉഡായിപ്പും ഡീലും എല്ലാം ജനങ്ങൾ ബോധ്യപ്പെടുത്തി കൊടുക്കുമെന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് സംശയമില്ല.
പിന്നെ ഇവരിവിടെ സൂചിപ്പിക്കുന്നത് കേട്ടു, ഞങ്ങൾ പരാജയ ഭീതി കൊണ്ടാണ് UDF ഈ പറഞ്ഞ ഡീൽ ആരോപണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉന്നയിക്കുന്നതെന്ന്. ഞങ്ങൾ വളരെ കൃത്യമായ രാഷ്ട്രീയം തന്നെയാണ് സംസാരിക്കുന്നത്. ആരാണ് ഇവിടെ ഒരു തരത്തിലുള്ള സ്പേസും ഇല്ലാത്ത BJPയെ സംബന്ധിച്ച് പൊളിറ്റിക്കൽ സ്പേസ് ഉണ്ടാക്കി കൊടുക്കുന്നത്? അവർക്ക് ആവശ്യമായ വിവാദങ്ങൾക്ക് തിരികൊളുത്തി കൊടുക്കുന്ന ആരാണ്? ഇവിടുത്തെ CPM-ഉം സംസ്ഥാനം ഭരിക്കുന്ന LDF ഗവൺമെന്റും അല്ലേ? BJPക്ക് ആവശ്യമായ രാഷ്ട്രീയ ആയുധങ്ങൾ ഈ പൊതുസമൂഹത്തിൽ സർക്കാരിന്റെ ഭാഗമായി തീരുമാനങ്ങളിലൂടെ, വിവാദങ്ങളിലൂടെ, പലതരത്തിലുള്ള വിവാദ തീരുമാനങ്ങളിലൂടെ തുടക്കം മുതൽ ഉണ്ടാക്കി കൊടുക്കുന്നതിൽ CPM-നും പിണറായി വിജയനുള്ള പങ്ക് ഓരോ ഘട്ടത്തിലും എടുത്ത് പരിശോധിച്ച് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അത് ഇഷ്ടാനുസരണം BJPക്കാരന് നേരത്തെ ഒരു BJP നേതാവ് പറഞ്ഞ പോലെ സുവർണാവസരങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കി നൽകുകയാണ്. ആ രീതിയിൽ ഒരു വശത്ത് പരസ്പരം ഇങ്ങനെ തൃശൂർ പൂരം കലക്കുന്നതുമായി ബന്ധപ്പെട്ട് സമാനമായ രീതിയിൽ തന്നെ പല വിവാദങ്ങളും, അത് പ്രത്യേകിച്ച് ഇവിടെ ശിവൻകുട്ടിയുടെ ഒക്കെ കാര്യം പറയുന്നുണ്ട്, വിദ്യാഭ്യാസ വകുപ്പിലൊക്കെ പ്രത്യേകിച്ചും മതപരമായും ജാതീയമായും വർഗീയമായും ഒക്കെ ചേരിതിരിവ് ഉണ്ടാക്കാൻ കഴിയുന്ന രീതിയിലേക്കുള്ള വലിയ വിവാദ വിഷയങ്ങൾ, തീരുമാനങ്ങൾ എടുക്കാൻ സർക്കാർ പിന്നീട് പിറകോട്ട് പോകുക. ആ ഗ്യാപ്പിൽ ഈ പറഞ്ഞ വർഗീയ ശക്തികൾ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് അതിൽ കയറി തിരികൊളുത്താനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുന്ന രീതിയിലേക്ക് ഈ സംസ്ഥാനത്ത് പോയി. ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നത് എന്താണ്? UDF മുന്നോട്ട് വെച്ച എന്താണ്? ഈ വിവാദവും വർഗീയതയും മതവും ഒന്നും അല്ലല്ലോ ഇവിടെ പ്രധാനമായി ചർച്ച ചെയ്യപ്പെടേണ്ടി വരുന്നത്. UDF ഈ സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ പ്രധാനമായി മുന്നോട്ട് വെക്കുന്നത് LDF-നെ സംബന്ധിച്ച് ഈ പറഞ്ഞ വികസന നേട്ടങ്ങൾ ഒന്നും പറയാനില്ല. ഏത് നേട്ടം നിങ്ങൾ പറയേണ്ടത്? ആശുപത്രി കെട്ടിടം പൊളിഞ്ഞു വീണ് ഈ പറഞ്ഞ രോഗിയും കൂട്ടിരിപ്പുകാരും മരണപ്പെട്ട സംഭവം, അവയവ ദാന ശസ്ത്രക്രിയക്ക് മാറ്റ ശസ്ത്രക്രിയക്ക് വന്ന ആൾ, അല്ലെങ്കിൽ ആശുപത്രിയിൽ സർജറിക്ക് വന്ന ആളുടെ പിന്നീട് 5-6 കൊല്ലം കഴിഞ്ഞിട്ട് ഉപകരണം, ആശുപത്രി ഉപകരണം, സർജിക്കൽ ഉപകരണം മാറ്റാൻ ശസ്ത്രക്രിയ നടത്തേണ്ടി വരുന്ന സാഹചര്യമാണോ? അതോ ഈ നാട്ടിൽ ഈ പറഞ്ഞ പാവപ്പെട്ടവന് ദിവസം പ്രതി വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്ന നികുതികളുടെയും കെട്ടിട നികുതിയും വീട്ടുനികുതിയും വെള്ളക്കരവും വൈദ്യുതി ചാർജ് ഉൾപ്പെടെയുള്ള ലക്ഷക്കണക്കിന് രൂപ സാധാരണക്കാരന്റെ കഴുത്തിന് കുത്തിപ്പിടിച്ച് പിഴിഞ്ഞെടുത്തു കൊണ്ടുപോകുന്ന ഇതൊക്കെ പറയാനുള്ള അവസരമാണല്ലോ ഡീൽ പറഞ്ഞുകൊണ്ട് പ്രതിപക്ഷ നേതാവ് വഴിതിരിച്ചുവിട്ടത്. രാഹുൽ ഗാന്ധി തുടങ്ങി വെച്ചതാണ് ഡീൽ ആരോപണം. അത് സ്ഥാനാർത്ഥി നിർണയത്തിന് ശേഷം VD സതീശൻ ഏറ്റെടുക്കുന്നു, പിന്നീട് നേതാക്കൾ ഏറ്റെടുക്കുന്നു. ഇന്നും തുടർന്നുകൊണ്ടിരിക്കുന്ന ഡീൽ ആരോപണത്തിലേക്ക് ചർച്ചകൾ വഴിതിരിച്ചത് നിങ്ങളാണ്. നിങ്ങൾക്ക് ഇതൊക്കെ പറയാനുണ്ടായിരുന്നെങ്കിൽ ഏറ്റവും തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കുന്ന ആ കാര്യങ്ങൾ പറയുകയായിരുന്നല്ലോ ചെയ്യേണ്ടത്. നിങ്ങളുടെ ഗ്യാരണ്ടി പോലും പറയാൻ സമയമില്ലാതെയാണല്ലോ ഈ ആരോപണത്തിലേക്ക് നിങ്ങൾ വഴിതിരിച്ചുവിട്ടത്. ഞാൻ താങ്കളിലേക്ക് എത്താം, രണ്ടാം ഘട്ടത്തിലെത്താം. ശ്രീ എ സജീവൻ നോക്കൂ, ഇവിടെ ഇപ്പോ പ്രധാനമന്ത്രി പാലക്കാട് വന്ന് വലിയ ആവേശവും ഓളവും ഉണ്ടാക്കി മടങ്ങിയിരിക്കുന്നു. തൃശ്ശൂരും റോഡ് ഷോ നടത്തിയിരിക്കുന്നു. നമുക്കറിയാം പ്രധാനമന്ത്രി നല്ലൊരു പ്രാസംഗികനാണ്, നല്ലൊരു ഒറേറ്ററാണ്. ആ രീതിയിൽ അദ്ദേഹത്തിന്റെ വാക്ചാതുരി കേരളം ഇടയ്ക്കിടയ്ക്ക് കേൾക്കുന്നതാണ്. പക്ഷേ ഇത്തവണ വന്ന് മടങ്ങുമ്പോൾ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വന്നതുപോലെയോ സംസാരിച്ചതുപോലെയോ ഒക്കെ പ്രധാനമന്ത്രി കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ടോ? ഡീൽ ആരോപണം BJP അങ്ങേറ്റം പ്രതിരോധത്തിലാക്കി നിൽക്കുകയാണ്. അതിൽ ഞങ്ങളാണ് A ടീം എന്ന് പറയുന്നുണ്ട്. കഴിഞ്ഞ തവണ പറഞ്ഞ മാവോ ലീഗ് കോൺഗ്രസ് ആരോപണം ഒന്നും പ്രധാനമന്ത്രി ഇത്തവണ ഉന്നയിക്കുന്നില്ല. ഇവിടെ ശബരിമല വിഷയം വലിയ BJPക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന പാകത്തിലുള്ള വിഷയമായുണ്ട്. പ്രധാനമന്ത്രി ഒരു വാക്കുകൊണ്ട് പോലും അതൊന്നും സൂചിപ്പിക്കുന്നത് കണ്ടില്ല. എങ്ങനെയാണ് താങ്കൾ പ്രധാനമന്ത്രിയുടെ വരവിനെ നോക്കിക്കാണുന്നത്? ഈ ആരോപണങ്ങളിൽ BJPക്ക് കരുത്തു പകരാൻ പ്രധാനമന്ത്രിക്ക് കഴിഞ്ഞോ? അതോ ഡീൽ ആരോപണം സംശയിപ്പിക്കുകയാണോ ഈ പ്രധാനമന്ത്രിയുടെ വരവും? പ്രധാനമന്ത്രിയുടെ വരവ് കൊണ്ട് കേരളത്തിൽ BJPക്ക് എന്തെങ്കിലും നേട്ടം ഉണ്ടാക്കാൻ കഴിയും എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അദ്ദേഹം പാർട്ടിയുടെ ശക്തി വർദ്ധിപ്പിക്കാനോ അല്ലെങ്കിൽ മുന്നണിയുടെ ശക്തി വർദ്ധിപ്പിക്കാനോ മുന്നണിക്ക് 4 വോട്ട് കിട്ടാനോ വേണ്ട രീതിയിൽ ഒന്നും പറഞ്ഞിട്ടില്ല. അദ്ദേഹത്തിന്റെ താങ്കൾ പറഞ്ഞ പോലെ പ്രസംഗ ശൈലി ഉപയോഗിച്ചുകൊണ്ട് കുറച്ചു നേരം സംസാരിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഇതിലെ പ്രധാനപ്പെട്ട കാര്യം അദ്ദേഹം ഡീലിനെ കുറിച്ച് മാത്രം അദ്ദേഹം പറഞ്ഞതിന്റെ കാര്യം നമുക്ക് വളരെ കൃത്യമാണ്. കാരണം ഡീൽ ആരോപണം ഉന്നയിക്കുമ്പോൾ അപ്പോൾ UDF ഉന്നയിക്കുന്നത് കോൺഗ്രസ് BJP കൂട്ടുകെട്ട് അല്ലെങ്കിൽ UDF BJP കൂട്ടുകെട്ട് എന്നാണെങ്കിൽ തിരിച്ച് UDF-കാർ പറയുന്നത് CPM BJP കൂട്ടുകെട്ട് എന്നുള്ളതാണ്. ഈ 2 കാര്യം പുറത്തു വരുമ്പോഴും ഉണ്ടാവുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ന്യൂനപക്ഷ വോട്ടുകൾ ഏതെങ്കിലും ഒരു ഭാഗത്തേക്ക് തിരിയും. കോൺഗ്രസുകാർ പറയുന്നതാണ് അല്ലെങ്കിൽ UDF പറയുന്നതാണ് ശരിയെന്ന് ന്യൂനപക്ഷ വിഭാഗത്തിന് തോന്നിയാൽ BJP പേടി അവർക്കിടയിൽ ശക്തമാണെന്നുള്ള കാര്യം നമുക്കറിയാം. സ്വാഭാവികമായിട്ടും ആ വോട്ട് കോൺഗ്രസുകാർ പറയുന്ന അല്ലെങ്കിൽ UDF പറയുന്നതാണ് ശരിയെന്ന് തോന്നിക്കഴിഞ്ഞാൽ വോട്ട് അവർക്ക് അനുകൂലമായിട്ട് മാറും. കാരണം CPM-ഉം BJP-യും തമ്മിലൊരു ഒത്തുകളിയുണ്ട് എന്ന് വരുന്ന സമയത്ത്
സ്വാഭാവികമായിട്ടും ന്യൂനപക്ഷങ്ങൾ, പ്രത്യേകിച്ച് മുസ്ലിം വിഭാഗം, അവർക്ക് ശക്തമായ ഭയമുണ്ട്. അവർക്കറിയാം ഉത്തരേന്ത്യയിലെ പല പ്രശ്നങ്ങളും എന്തെങ്കിലും തരത്തിൽ പ്രതികരിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ന്യൂനപക്ഷങ്ങൾക്ക് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, ഈ സ്വന്തം വീട്ടിൽ വെച്ചിട്ടുള്ള ഫ്രിഡ്ജിൽ വെച്ച മാംസം അത് പശുവിറച്ചിയാണ് എന്ന് വ്യാപകമായ തെറ്റായ പ്രചരണം നടത്തി ആളെ അടിച്ചുകൊല്ലുന്ന അവസ്ഥ ഉൾപ്പെടെയുള്ളതൊക്കെ നമ്മൾ വായിക്കുന്നതാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും അതിന്റെ ഒരു ഭയമുള്ളത് കൊണ്ട്, ഈ BJP-യോടുള്ള കടുത്ത ഭയമുള്ളത് കൊണ്ട് അവരെന്തായാലും തിരിച്ച് അത് കടുത്ത CPM-കാരാണെങ്കിൽ പോലും അവിടെ UDF-ന് അനുകൂലമായിട്ട് വോട്ട് ചെയ്യും. ഇതേപോലെ LDF പറയുന്നതാണ് ശരി, കോൺഗ്രസും BJP-യും തമ്മിലാണ് ബന്ധം എന്ന രീതിയിലാണ് വരുന്നതെങ്കിൽ സ്വാഭാവികമായിട്ടും വോട്ടുകൾ ഇപ്പുറത്തേക്ക് മറിയാനുള്ള സാധ്യതയുണ്ട്. ഈ രണ്ട് രീതിയിൽ വന്നാലും അദ്ദേഹത്തിന് അറിയാം, അല്ലെങ്കിൽ BJP-ക്കാർക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, നഷ്ടപ്പെടുന്ന അവരുടെ അവസരമാണ്. അവരിപ്പോ കണ്ടുവച്ചില്ല. ഈ തരത്തിലുള്ള 2026 തെരഞ്ഞെടുപ്പിൽ BJP-യുടെ പല നേതാക്കന്മാരും പ്രധാനമന്ത്രി ഉൾപ്പെടെ പറയുന്ന പോലെ അധികാരത്തിലേക്ക് വരുന്നു. നമ്മൾ അങ്ങനെ ഒരു സ്വപ്നത്തിൽ പോലും ചിന്തിക്കാൻ പറ്റാത്ത ആ ഒരു സങ്കല്പമാണല്ലോ. കെട്ടിപ്പൊക്കുകയാണെങ്കിൽ അതിനപ്പുറത്തെ കാര്യം കെട്ടിപ്പൊക്കേണ്ടി വരും. അപ്പൊ സ്വാഭാവികമായിട്ടും അത് നടക്കില്ല എന്ന് അവർക്കറിയാം. പക്ഷെ അവർ ഈ തവണ 4-5 സീറ്റ് പ്രതീക്ഷിക്കുന്നുണ്ട്. ആ സീറ്റ് കിട്ടാവുന്ന രീതിയിലുള്ള ഒരു അവസ്ഥയിലേക്ക് അവർ കൊണ്ടുവച്ചു എന്നുള്ള കാര്യം ഉറപ്പാണ്. വെറും 3% മുതൽ 6% വരെയൊക്കെ ഉണ്ടായിരുന്ന BJP-യുടെ വോട്ട് ഷെയർ ഈ 140 മണ്ഡലങ്ങളിലും അവർ നന്നായിട്ട് ഉയർത്തിയിട്ടുണ്ട്. പല മണ്ഡലങ്ങളിൽ അവർ 2ാം സ്ഥാനത്ത് എത്തിയിട്ടുണ്ട്. 1ാം സ്ഥാനത്തിന് അടുത്തെത്തിയ മഞ്ചേശ്വരം പോലുള്ള സ്ഥലങ്ങൾ പോലും ഉണ്ട്. അപ്പൊ അവിടെയൊക്കെ ഈ ഒരു BJP പേടി കൊണ്ടാണ് സുരേന്ദ്രൻ ആദ്യ തവണ വളരെ കുറഞ്ഞ വോട്ടിന് മഞ്ചേശ്വരത്ത് തോൽക്കുന്നത്. ഇത്തരം പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ്. അത് ഡീലൊന്നും ആവണമെന്നില്ല. അത് ന്യൂനപക്ഷങ്ങൾക്കിടയിൽ ഈ വിത്ത് വിതച്ചാൽ, ഭയത്തിന്റെ വിത്ത് വിതച്ചാൽ അത് എളുപ്പത്തിൽ നടക്കും. ഈ വിത്ത് വിതയ്ക്കാനാണ് രണ്ട് മുന്നണികളും, UDF-ഉം LDF-ഉം ഒരേപോലെ ശ്രമിക്കുന്നത്. അത് ഒരാൾ ഡീൽവാദം ഉന്നയിക്കുമ്പോൾ തിരിച്ചുന്നയിക്കാൻ ഇവർ ശ്രമിക്കുന്നത് വെച്ചാൽ ഈ പ്രശ്നം വെച്ചുകൊണ്ട് ന്യൂനപക്ഷങ്ങളുടെ വോട്ട് നഷ്ടപ്പെടാതിരിക്കുക. ഈ ഭയം തീർച്ചയായിട്ടും BJP-ക്ക് ഉണ്ട്. കാരണം അവർക്ക് കിട്ടാൻ സാധ്യതയുള്ള 4-5 സീറ്റുകൾ ആ സീറ്റില്ലാതെയായി പോകും. ആ ഒരു ഭയം കൊണ്ടാണ് സത്യത്തിൽ. അപ്പം പ്രധാനമന്ത്രി എന്തുകൊണ്ട് ഈ കാര്യം ഡീൽ വെച്ചുകൊണ്ട് സംസാരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇതാണ് പ്രശ്നം. അതിന് ഇപ്പോൾ ചെറുക്കേണ്ടത് ഇതാണ്. അതല്ലാതെ രീതിയിൽ പോയി കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും CPM-നെതിരെയോ അല്ലെങ്കിൽ കോൺഗ്രസിനെതിരെയോ ഒക്കെ പറയുമ്പോൾ മാത്രം പറഞ്ഞു പോയാൽ അത് രാഷ്ട്രീയ പ്രസംഗം മാത്രമായി തീരും. ശരിയായ പ്രധാനമന്ത്രിയുടെ ഈ ശരിയായ രാഷ്ട്രീയ തന്ത്രജ്ഞത ഇവിടെയാണ് നമ്മൾ കാണേണ്ടത്. അദ്ദേഹം വന്നിട്ട് പ്രധാനമായിട്ട് ഇവിടെ ഉന്നയിക്കുന്ന കാര്യം ഉന്നയിച്ചു. ഇനിയിപ്പോ അതുകൊണ്ട് തന്നെ അത് പൊളിക്കാൻ BJP പ്രവർത്തകർക്കിടയിൽ ഒരു ആവേശം ഉണ്ടാക്കാൻ, നമ്മൾ ജയിക്കാൻ സാധ്യതയില്ല, അവിടെ ഡീലുണ്ട് എന്ന രീതിയിലൊക്കെ വന്നു കഴിഞ്ഞാൽ ഈ ഡീല് തിരിച്ചു പോകുന്നൊരവസ്ഥയുണ്ട്. അല്ലെങ്കിൽ ന്യൂനപക്ഷങ്ങളുടെ മനസ്സിന് ഇങ്ങനെ ഈ ശക്തമായി കഴിഞ്ഞാൽ ഉണ്ടാവും തിരിച്ചടിയുണ്ട്. ഈ തിരിച്ചടിയുടെ പ്രശ്നം ഒഴിവാക്കാനാണ് ഇന്നത്തെ ഈ അദ്ദേഹത്തിന്റെ പ്രസംഗം വഴിവെച്ചിട്ടുള്ളത്. പക്ഷെ അതുകൊണ്ടൊക്കെ ഇവിടെ നേട്ടം ഉണ്ടാക്കാൻ കഴിയുമെന്ന് വെച്ചാൽ കാര്യമായ നേട്ടമൊന്നും ഉണ്ടാക്കാൻ പറ്റില്ല. പിന്നെ ഇവിടെ ജയിച്ചു പോയപ്പോൾ കഴിഞ്ഞ തവണ തൃശ്ശൂരിൽ ജയിച്ചതും അതിനു മുമ്പ് ഓരോ രാജ്യവും നേമത്ത് ജയിച്ചൊക്കെയുള്ള കാര്യങ്ങൾ വെച്ചു അതിന്റെ കാര്യങ്ങൾ. ഇപ്പൊ തൃശ്ശൂരിലെ ജയത്തെക്കുറിച്ച് കോൺഗ്രസ്സുകാർ പറയുന്നത് സത്യത്തിൽ അവർക്ക് തന്നെ അറിയാം ആ തെറ്റാണെന്നുള്ള കാര്യം. ഈ തൃശ്ശൂരിൽ മുരളീധരൻ തോറ്റപ്പോ മുരളീധരൻ തന്നെ പറഞ്ഞ കാര്യം ആര് തോൽപ്പിച്ചു എന്നാണ് വളരെ കൃത്യമാണ്. ഒരു എന്താണ് കോൺഗ്രസിനകത്തെ പടലപ്പിണക്കം, ആ പടലപ്പിണക്കം കൊണ്ട് മാത്രമാണ് തോറ്റതെന്ന് അവിടുത്തെ വോട്ടിന്റെ നില മാത്രം നോക്കിയാൽ, അതായത് സുരേഷ് ഗോപി ജയിക്കുമ്പോൾ അതുണ്ടായ അദ്ദേഹത്തിന് കിട്ടിയ ഭൂരിപക്ഷവും LDF-ന് വോട്ട് നേരത്തെ ഉണ്ടായിരുന്നതിനേക്കാൾ സുനിൽകുമാറിന് നേരത്തെ സുനിൽകുമാർ കിട്ടിയ വോട്ട് അതിന് മുമ്പത്തെ വോട്ടിനേക്കാൾ കുറവാണെങ്കിൽ നമുക്ക് പറയാം LDF-കാർ ഒത്തുകളിച്ചു എന്ന ഡീലുണ്ട്. അല്ലെങ്കിൽ പൂരം കലക്കിയ ദേഷ്യത്തിന് LDF-ന് ആളുകൾ വോട്ട് ചെയ്തില്ല. LDF ഭരിക്കുന്ന സംസ്ഥാനത്ത് ഈ അവര് പൂരം കലക്കിയിട്ടുണ്ടെങ്കിൽ ആ കോൺഗ്രസിന്റെ വോട്ട് പോവില്ലല്ലോ. സുരേഷ് ഗോപി ജയിച്ചതിന് അത്ര തുല്യമായിട്ടുള്ള വോട്ട് ഇവിടെ കോൺഗ്രസിന്റെ ഭാഗത്ത് പോയിട്ടുണ്ട്. നേമത്ത് ഇതേപോലെ കാര്യങ്ങളല്ലേ സംഭവിച്ചത്. അപ്പൊ ഈ ഡീൽ ആരോപണങ്ങളൊക്കെ ഉള്ളത് ഈ ന്യൂനപക്ഷങ്ങളുടെ വോട്ട് പിടിക്കാൻ വേണ്ടി നടക്കുന്ന, അത് UDF ചെയ്യുമ്പോഴും LDF ചെയ്യുമ്പോഴും ഒക്കെ ആരോപണവും പ്രത്യാരോപണവും ഒക്കെ നടത്തുന്നതിന്റെ ലക്ഷ്യം ഇപ്പൊ തീർച്ചയായും എന്തായാലും അതിൽ കോൺഗ്രസിന് താങ്കൾ സൂചിപ്പിക്കുന്നത് പോലെ തന്നെ നിയമം പറഞ്ഞും തൃശൂർ പറഞ്ഞും തിരുവനന്തപുരം കോർപ്പറേഷൻ പറഞ്ഞുമുള്ള മറുപടിയാണ് ഇപ്പോൾ CPM നേതാക്കൾ നൽകുന്നത്. അത് വോട്ട് പോകുന്നത് അവിടെ നിന്നാണ് എന്ന് സൂചിപ്പിക്കുന്നു. അപ്പോൾ അതും ഒരു തരത്തിൽ
ന്യൂനപക്ഷങ്ങൾക്കുള്ള ഒരു സന്ദേശമായി മാറുകയാണ്. ശ്രീ നന്ദു, നോക്കൂ, ഇവിടെ ഇപ്പോൾ അദ്ദേഹം പറഞ്ഞു നിർത്തുന്ന കാര്യങ്ങൾ BJP സംബന്ധിച്ച് ആശങ്കയുണ്ടാക്കുന്നതാണോ? ഇവിടെ ഇപ്പോൾ ഡീൽ ആരോപണം എത്തി നിൽക്കുന്നത് PDPയുടെ വോട്ട് SDPI ജമാഅത്തെ ഇസ്ലാമി വോട്ടുകളിലേക്കാണ് എത്തി നിൽക്കുന്നത്. അപ്പോൾ അതിൽ കൃത്യമായ മറുപടി നേതാക്കൾക്ക് പറഞ്ഞു പോകാൻ കഴിയുന്നില്ല. വോട്ട് വേണ്ട എന്ന് പറയാൻ പറ്റില്ലല്ലോ എന്നതാണ് നേതാക്കൾ പറയുന്നത്. പൊളിറ്റ് ബ്യൂറോ അംഗം MA ബേബി പറയുന്നത് ആരെങ്കിലും വോട്ട് ചെയ്യാൻ വന്ന അവരുടെ വോട്ട് ആർക്കാണ് എന്ന് നോക്കിയിട്ട് ഞങ്ങൾക്ക് വേണ്ട എന്ന് പറയാൻ പറ്റില്ലല്ലോ എന്നാണ്. വോട്ട് ആരുടെയാണെങ്കിലും കിട്ടിയാൽ കൊള്ളാം എന്ന നിലപാട് തന്നെയാണ് രാഷ്ട്രീയ പാർട്ടികൾക്കുള്ളത്. അത് നിങ്ങൾക്കാണെങ്കിലും അങ്ങനെ തന്നെ ആയിരിക്കും. അപ്പോൾ ഇവിടെ ഇപ്പോൾ നിങ്ങൾക്ക് സാധ്യതയുള്ള ഇടത്ത് മഞ്ചേശ്വരം നോക്കിയാൽ 89 വോട്ടിനും 855 വോട്ടിനും 2 തവണ നിങ്ങൾക്ക് നഷ്ടപ്പെട്ട മണ്ഡലമാണ്. അവിടെയാണ് ഏറ്റവും കൂടുതൽ ഇത് ചർച്ചയാകുന്നതും. അങ്ങനെ ഒരു ഭീതി നിങ്ങളെ സംബന്ധിച്ചുണ്ടോ? 4 വോട്ടിന് വേണ്ടിയിട്ട് ഒരു രാജ്യദ്രോഹിയുടെ മുന്നിലും മുട്ടിലിരിക്കുന്ന പരിപാടി BJPയുടെ ഒരു പ്രവർത്തകനും ഒരു നേതാവും ചെയ്തിട്ടുമില്ല, ചെയ്യുകയുമില്ല എന്ന അഭിമാനത്തോടു കൂടി പറയാൻ ഞങ്ങൾക്ക് സാധിക്കും. അതുകൊണ്ട് ഞങ്ങൾ പറയില്ല എന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യേണ്ട. അത് പറയില്ല എന്ന് ഞങ്ങൾക്ക് വിശ്വാസമുണ്ട്, ഞങ്ങൾ ചെയ്യില്ല എന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. അപ്പോൾ അത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ബഹുമാനപ്പെട്ട രാഷ്ട്രീയ നിരീക്ഷകൻ സജീവ് സാർ അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് കേട്ടാൽ തോന്നും ഇവിടെ BJPയുടെ ജയപരാജയങ്ങളെ തീരുമാനിക്കുന്നത് LDFും UDFും ആണെന്ന്. ഞങ്ങൾ അങ്ങനെ വിശ്വസിക്കുന്നില്ല. അവർക്ക് ചില ഗെയിമുകളൊക്കെ കളിക്കാൻ സാധിക്കും. പക്ഷേ ആത്യന്തികമായി കേരളത്തിൽ ആര് അധികാരത്തിലേക്ക് വരണം, ആര് ജയിക്കണം, ആരായിരിക്കണം എൻ്റെ MLA എന്ന് തീരുമാനിക്കുന്നത് കേരളത്തിലെ ജനങ്ങളാണ് എന്ന് വിശ്വസിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനമാണ് ഭാരതീയ ജനതാ പാർട്ടി. ആ കാര്യത്തിൽ ഞങ്ങൾക്കൊരു സംശയവുമില്ല, ഞങ്ങൾക്കൊരു ഭയവുമില്ല. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഇവിടെ സജീവൻ സാറ് പറഞ്ഞു വെക്കുന്ന മറ്റൊരു കാര്യം, അതായത് സാറ് പറയുകയാണ്, സാർ ഒരു സാങ്കല്പിക ഡീലിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. അതായത് ഇടതുപക്ഷത്തിൻ്റെയും വലതുപക്ഷത്തിൻ്റെയും ചില നേതാക്കന്മാർ യാതൊരു അടിസ്ഥാനവുമില്ലാതെ യാതൊരു തെളിവുമില്ലാതെ പറഞ്ഞു വെക്കുന്ന ചില ഡീലുകളെ കുറിച്ചാണ് അദ്ദേഹം സംസാരിച്ചത്. ഞാൻ ആദ്യഘട്ടത്തിൽ തന്നെ അതിലേക്ക് പോകുന്നതിന് മുമ്പ് ഒന്ന് ക്ലാരിറ്റി വരുത്തിക്കൂടെ? താങ്കൾ തന്നെ താങ്കളുടെ ആദ്യ അവസരത്തിൽ ഈ ഡീലുകളെ കുറിച്ച് സംസാരിച്ചതാണ്. അത് തന്നെയല്ലേ അദ്ദേഹവും സൂചിപ്പിച്ചത്? താങ്കളുടെ ആദ്യ അവസരത്തിൽ താങ്കൾ ഈ വർഗീയ പാർട്ടികളുടെ വോട്ടിനെ കുറിച്ച് താങ്കൾ ഉന്നയിച്ച ആരോപണം തന്നെയല്ലേ അദ്ദേഹവും പറഞ്ഞത്? അല്ല, അങ്ങനെയല്ല. അദ്ദേഹം പറഞ്ഞത് BJP അന്തർധാര ഉണ്ടാക്കുന്നു എന്ന സംശയം നിഴലിക്കുന്നു എന്നുള്ള നിലയിലല്ലേ പറഞ്ഞത്. ഞാൻ ആ സംശയം നിഴലിക്കുന്നു എന്ന് പറഞ്ഞിടത്താണ് ഞാൻ ചോദിച്ചത്. അത് ഒരു സാങ്കല്പികമായി ഇടതുപക്ഷവും വലതുപക്ഷവും പറയുക മാത്രമേ ഉള്ളൂ. അവർക്ക് യാതൊരു തരത്തിലുള്ള തെളിവും നാളിതുവരെ അവർ ആരോപണം ഉയർത്തി ഇന്ന് നേരം വരെ, നമ്മൾ ഈ ചർച്ച ചെയ്യുന്ന നേരം വരെ അവർക്കൊരു തെളിവും തരാൻ സാധിച്ചില്ല എന്ന് പറഞ്ഞാൽ അവിടെ തന്നെ അവരുടെ വാക്കുകൾ തെറ്റാണ് എന്ന് കേരളീയ പൊതുസമൂഹം അടയാളപ്പെടുത്തുന്നുണ്ട്. ഞാൻ ചോദിച്ചത് തെളിവ് തരാനാണ് ശ്രീ നന്ദു, ഡീലിന് എങ്ങനെ തെളിവ് തരാനാണ്? നിങ്ങൾക്ക് സാധ്യതയുള്ള ഇടത്ത്, വോട്ട് പിടിക്കാൻ പറ്റുന്ന ഇടത്ത് ബി കാൻഡിഡേറ്റിനെ നിർത്തുന്നു എന്നതാണ് ആരോപണം. അതിന് ഏത് തരത്തിൽ എങ്ങനെ തെളിവ് തരാനാണ്? ആർക്കെങ്കിലും തെളിവ് തരാൻ പറ്റുന്ന ഒരു കാര്യമാണോ അങ്ങനെയുള്ള ഡീലുകൾ? ശ്രീമതി രേണുക, ഞാൻ ശ്രീമതി രേണുകയോട് ഞാനൊരു കാര്യം ചോദിക്കാം. രേണുകയുടെ ഈ നിയമമണ്ഡലത്തിൽ ഞങ്ങൾ, അതായത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും PDPയും SDPIയും ജമാഅത്തെ ഇസ്ലാമിയും ഒരുമിച്ചാണ് മത്സരിക്കുന്നത്. ഒരുമിച്ചെന്ന് പറഞ്ഞാൽ LDFിനാണ് ഇവരുടെ 3 പേരുടെയും പിന്തുണ. അപ്പോൾ ഈ 3 പേരുടെ പിന്തുണ കിട്ടുന്ന പാർട്ടി അതൊരു സഖ്യമാണോ? അവർ 3 പേര് സഖ്യ പാർട്ടികളാണോ? ഇടതുപക്ഷത്തിന്റെ സഖ്യ കക്ഷികളാണോ SDPIയും ജമാഅത്തെ ഇസ്ലാമിയും ഈ പറയുന്ന PDPയും? വോട്ട് കിട്ടുന്നത് കൊണ്ട് സഖ്യകക്ഷി എന്ന് പറയാൻ പറ്റില്ലല്ലോ. അത് ആരൊക്കെയാണ് സഖ്യകക്ഷികൾ എന്ന് പറയേണ്ടത് അതാത് പാർട്ടികളാണ്. അവർക്ക് വോട്ട് കിട്ടുന്നോ കൊടുക്കണോ, ആർക്ക് വോട്ട് കൊടുക്കണമെന്ന് ഓരോ രാഷ്ട്രീയ പാർട്ടിയും അല്ലേ തീരുമാനമെടുക്കുന്നത്. അപ്പോ ഞാൻ എന്റെ ചോദ്യം അപ്പോ അഭിമന്യുവിന്റെ നെഞ്ചിൽ കത്തിയാഴ്ത്തി ഇറക്കിയ SDPIയുടെ വോട്ട് വേണ്ട എന്ന് പിണറായി വിജയനും MA ബേബിയും സഖാവ് ശിവൻകുട്ടിയും പറയില്ല. അത് നല്ല രാഷ്ട്രീയം, ഡീലില്ലാത്ത രാഷ്ട്രീയം. അത് അത്തരക്കാരുടെ വോട്ട് വേണ്ട എന്ന് BJP പറയുന്നു, പക്ഷെ അത് ഡീലുള്ള രാഷ്ട്രീയമാണെന്ന് നിങ്ങൾ പറയുന്നു. ഏതാണെന്ന് ജനം തീരുമാനിക്കട്ടെ. ഞാൻ ഇതിന് അവിടെ നിർത്തുകയാണ്. ജമാഅത്തെ ഇസ്ലാമി വർഗീയ പാർട്ടിയാണെന്ന് പിണറായി വിജയൻ മുഖ്യമന്ത്രി പറഞ്ഞിട്ട് നാളുകൾ അധികം ആവുന്നില്ല. അതേ പിണറായി വിജയൻ മുഖ്യമന്ത്രിയുടെ മന്ത്രിയിലെ ഏറ്റവും മികച്ച മന്ത്രി എന്ന് ഇവിടുത്തെ CPM സഖാക്കന്മാർ തള്ളുന്ന പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി സഖാവ് V ശിവൻകുട്ടിക്കാണ് ഞങ്ങളുടെ വോട്ട് എന്ന് ജമാഅത്തെ ഇസ്ലാമി പറയുന്നു പരസ്യമായി. അപ്പോൾ ഞങ്ങൾ പരാജയപ്പെട്ടാലും ശരി നിങ്ങളുടെ വോട്ട് ഞങ്ങൾക്ക് വേണ്ട എന്ന് പറയാനുള്ള തൻ്റെ ഇടം, ആണത്തം
എന്നൊക്കെ നമ്മൾ നാടൻ ഭാഷയിൽ പറയും. അത് CPM-ന്റെ പിണറായി വിജയൻ സർക്കാരിനും പിണറായി വിജയനും MA ബേബിക്കും ഈ പറയുന്ന പൊതുവിദ്യാഭ്യാസ മന്ത്രിക്കും ഇല്ല എന്ന് വേണോ കേരളത്തിലെ ജനങ്ങൾ കരുതാൻ? ഇതാണ് എൻ്റെ ചോദ്യം. അവിടെ ഒരു ഡീൽ നടന്നിട്ടുണ്ട് എന്നുള്ളത് പച്ച പരമാർത്ഥം, കണ്ണിന്റെ മുന്നിൽ കാണുന്ന ഡീൽ. ആ ഡീലിനെ കുറിച്ച് എന്തുകൊണ്ട് സംസാരിക്കുന്നില്ല? വെറും സാങ്കല്പികമായി ഈ പറയുന്ന പ്രതിപക്ഷ നേതാവിന്റെയും അതുപോലെ തന്നെ മുഖ്യമന്ത്രിയുടെയും നാവിൽ നിന്ന് വരുന്നതെല്ലാം സത്യമാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ട്. മാധ്യമങ്ങൾക്ക് പിണറായി വിജയൻ പറയുന്നതും എല്ലാം ശരിയാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ വിശ്വസിച്ചോ? ഞങ്ങൾക്ക് ഡീലുണ്ട്. ഞങ്ങൾക്ക് രേണുക ഞാനൊരു കാര്യം കൃത്യമായി പറയാം. രേണുക ഞാനൊരു കാര്യം കൃത്യമായി നിങ്ങളുടെ ചാനലിലൂടെ പറയാം. BJPക്ക് ഡീലുണ്ട്. പക്ഷെ ആ ഡീല് കേരളത്തിലെയോ ഇന്ത്യയിലെയോ ഭാരതത്തിലെയോ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുമായിട്ടല്ല. കേരളത്തിൽ അങ്ങനെ ഒരു ഡീൽ ഞങ്ങൾ നടത്തുന്നത് കേരളത്തിലെ ചിറകറ്റുപോയ സ്വപ്നങ്ങൾ പേറുന്ന കേരളത്തിലെ ജനസമൂഹത്തിനോടാണ്. അവരുടെ ചിറകറ്റുപോയ സ്വപ്നങ്ങൾക്ക് ചിറക് വച്ചു നൽകും എന്നുള്ളതാണ് BJPയുടെ ഡീൽ. ആ ഡീലിന് വേണ്ടിയിട്ടാണ് രാജീവ് ചന്ദ്രശേഖറും V മുരളീധരനും അതുപോലെ K സുരേന്ദ്രൻ അടക്കമുള്ള നേതാക്കന്മാർ ശോഭാ സുരേന്ദ്രനും അടക്കമുള്ള നേതാക്കന്മാർ ഫൈറ്റ് ചെയ്യാൻ ഇറങ്ങിയിരിക്കുന്നത്. ആ ഫൈറ്റിനെ തടസ്സപ്പെടുത്താൻ, ആ രാഷ്ട്രീയത്തെ തടസ്സപ്പെടുത്താൻ, അവരുടെ സ്വപ്നങ്ങൾക്ക് ചിറകു വയ്ക്കാൻ NDAയെ അനുവദിക്കില്ല എന്നുള്ള നിലപാടാണ് കേരളത്തിലെ ഇടതുപക്ഷത്തിനും വലതുപക്ഷത്തിനും ഉള്ളത്. ആ രാഷ്ട്രീയത്തിനോട് ഞങ്ങൾ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ ഇങ്ങനെ എന്തൊക്കെ തന്നെ പറഞ്ഞാലും ശരി, ഞങ്ങൾ നോ കെയർസ്, ഞങ്ങൾ കെയർ ചെയ്യുന്നില്ല നിങ്ങളെ. നിയമത്ത് രണ്ട് രാഷ്ട്രീയ പാർട്ടികളും അവർക്ക് പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാൻഡിഡേറ്റിനെ തന്നെ മത്സര രംഗത്ത് ഇറക്കിയിരിക്കുകയാണ്. അത് ആ മണ്ഡലം പിടിക്കണം എന്ന ലക്ഷ്യത്തോടു കൂടിയായിരിക്കുമല്ലോ അങ്ങനെയുള്ള സ്ഥാനാർത്ഥികളെ അവർ മത്സര രംഗത്തേക്ക് കൊണ്ടുവരുന്നത്. അവർ അങ്ങനെ ഒരു ശക്തമായ മത്സരം നടക്കുമ്പോൾ അവിടെ ഏതെങ്കിലും കാൻഡിഡേറ്റിന് ആരെങ്കിലും വോട്ട് ചെയ്യണ്ട എന്ന് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികൾക്ക് പറയാൻ പറ്റുമോ? അതിനെയാണോ ഡീൽ എന്ന് പറയുന്നത്? എന്തായാലും സുരേഷ് അക്കാര്യത്തിൽ വിശദീകരിക്കും. സുരേഷ്, ഈ നിലപാട് 4 വോട്ടിന് വേണ്ടി നഷ്ടപ്പെടുത്തില്ല എന്ന് ആവർത്തിച്ച് പറയുന്ന വ്യക്തി മുഖ്യമന്ത്രിയാണ്, മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. അദ്ദേഹം അത് ആവർത്തിച്ച് പറയുന്നതാണ്. എന്തുകൊണ്ടാണ് SDPI വോട്ടിനെ കുറിച്ച് ചോദ്യം വരുമ്പോൾ മുഖ്യമന്ത്രിക്ക് കൃത്യമായ മറുപടി ഇല്ലാതെ പോകുന്നത്? ശ്രീ സുരേഷ്, അല്ലല്ല രേണു, ഞാൻ താങ്കളിലേക്ക് വരാം. നന്ദു പറഞ്ഞല്ലോ, ഇനി അദ്ദേഹം പറയട്ടെ. ഞാനൊരു കാര്യം പറയാം. എനിക്ക് കൃത്യമായ ഒരു മിനിറ്റ് താങ്കൾ പറഞ്ഞത് കേട്ടില്ല, അദ്ദേഹം പറയട്ടെ. നിങ്ങളൊരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞ് ഞങ്ങളുടെ സ്ഥാനാർത്ഥികളെല്ലാം മോശമാണ് എന്ന് അല്ലല്ല, ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞില്ല. ഞാൻ നിയമത്തിന്റെ കാര്യമാണ് പറഞ്ഞത്. നിയമത്ത് താങ്കൾ പറഞ്ഞ ഈ ഡീലിന്റെ കാര്യം പറഞ്ഞപ്പോൾ അവിടുത്തെ മറ്റു രാഷ്ട്രീയ പാർട്ടികൾ നിർത്തിയിരിക്കുന്ന സ്ഥാനാർത്ഥികളുടെ കാര്യമാണ് പറഞ്ഞത്. ഞാൻ താങ്കളിലേക്ക് തിരിച്ചു വരാം. സുരേഷ് പറഞ്ഞോളൂ. അല്ലല്ല, അങ്ങനെയല്ല. നിങ്ങൾ ഈ പറയുന്നത് ശരിയായ നടപടിയല്ല. കാരണം എന്റെ സ്ഥാനാർത്ഥികളെ, എന്റെ മുന്നണിയുടെ സ്ഥാനാർത്ഥികൾ ജയസാധ്യത ഇല്ലാത്തവരാണ്. ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല നന്ദു. ഞാൻ എന്താണ് പറഞ്ഞതെന്നുള്ള ബോധ്യം എനിക്കുണ്ട്. കുറച്ച് ബുദ്ധിമുട്ടാണ്. ഞാൻ എന്താണ് പറഞ്ഞതെന്നുള്ള ബോധ്യം എനിക്കുണ്ട്. അവിടെ നിങ്ങൾ പറഞ്ഞതുപോലെ ഏതെങ്കിലും ഡീൽ ആണ് എങ്കിൽ അവിടെ സ്ഥാനാർത്ഥി നിർണയത്തിലോ മറ്റോ അത് പ്രതിഫലിക്കണമല്ലോ. അങ്ങനെയല്ല, രണ്ട് പാർട്ടികളും ശക്തമായ സ്ഥാനാർത്ഥികളെ അവിടെ നിർത്തിയിരിക്കുന്നു എന്നതാണ് ഞാൻ പറഞ്ഞത്. ബഹളം വെക്കണ്ട, ബഹളം വെച്ച് ചർച്ച അലമ്പാക്കണ്ട. സുരേഷ് പറയട്ടെ. കോൺഗ്രസോ പറഞ്ഞോട്ടെ, എനിക്ക് പ്രശ്നമില്ല. പക്ഷെ മാധ്യമ പ്രവർത്തകയായ താങ്കൾ ഒരു കാരണവശാലും അത്തരത്തിലുള്ള നിലപാടെടുക്കരുത്. ആ നിലപാട് ശരിയല്ല. അത്തരത്തിൽ നിങ്ങൾ പറഞ്ഞ വാക്ക് നിങ്ങൾ പിൻവലിക്കണം. അത് ശരിയല്ല. കേരളത്തിലെ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയുടെ അവർക്ക് നിർത്താൻ പറ്റുന്ന മികച്ച സ്ഥാനാർത്ഥികളെ നിർത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞൂടെ? പാലക്കാട്ടെ NMR റസാക്ക് മികച്ച സ്ഥാനാർത്ഥിയാണെന്ന് നിങ്ങൾക്ക് അഭിപ്രായമുണ്ടോ? ഞാൻ പാലക്കാടിന്റെ കാര്യമല്ല നന്ദു പറഞ്ഞത്. അദ്ദേഹത്തിന് കിട്ടിയ 2 ഊഴത്തിലും അദ്ദേഹം അഭിപ്രായപ്പെട്ടത് 4 സീറ്റിന് വേണ്ടി ഞങ്ങളുടെ ദേശീയത അല്ലെങ്കിൽ മറ്റു പല വാക്കുകളും അദ്ദേഹം ഇവിടെ സൂചിപ്പിച്ചു, അത് പണയപ്പെടുത്തില്ല എന്നാണ്. അവിടെ എന്റെ പ്രസക്തമായ ക്വസ്റ്റ്യൻ രേണുക അവരോട് തന്നെ ചോദിക്കണമായിരുന്നു. ആ സന്ദർഭത്തിൽ കാശ്മീരിൽ അവർ ജമാഅത്തെ ഇസ്ലാമിയുമായി രാഷ്ട്രീയമായ സഖ്യത്തിൽ ഏർപ്പെട്ടിട്ടുണ്ട്. അതിന് വ്യക്തമായ മറുപടി അദ്ദേഹം പറയാതെ ഈ കാര്യങ്ങൾ പറഞ്ഞാൽ അത് വെള്ളം തൊടാതെ വിഴുങ്ങാൻ ഞങ്ങൾ അദ്ദേഹത്തിന്റെ പാർട്ടിയിലും അദ്ദേഹത്തിന്റെ ശാഖയിൽ പോയി ആ കാര്യങ്ങൾ ശിരസാവഹിച്ച് നിൽക്കുന്ന ആളുകളല്ല എന്ന് മാത്രമേ അതിന് മറുപടി പറയാൻ വേണ്ടി കഴിയുള്ളൂ. രണ്ടാമത്തെ കാര്യം, ജീവിച്ചിരിക്കുന്ന തെളിവുകൾ, ഞങ്ങൾ എന്തെങ്കിലും രാഷ്ട്രീയമായ അവിശുദ്ധ സഖ്യത്തിൽ ഏർപ്പെട്ടതിന്റെ ജീവിച്ചിരിക്കുന്ന തെളിവുകൾ, ഡോക്യുമെന്ററി എവിഡൻസ് ഉണ്ടോ എന്നാണ് അദ്ദേഹം ചോദിച്ചത്. ഞാൻ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു, ഇത് വെറുതെ
ബഹുമാനപ്പെട്ട കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് പറയുന്നത് പോലെ, പുകമറ സൃഷ്ടിക്കാൻ പറയുന്നത് പോലെ ഡീലല്ല, ജീവിച്ചിരിക്കുന്ന തെളിവാണ്. ഇവിടെ സംയുക്ത സ്ഥാനാർത്ഥികൾ ഉണ്ടായിരുന്നു 1991 കേരളത്തിൽ പാർലമെന്റിലെ നിയമസഭയിലേക്കും തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ ഇവിടെ കോൺഗ്രസിന്റെ പ്രതിനിധി ചില കാര്യങ്ങൾ പറഞ്ഞല്ലോ, അതിനുള്ള മറുപടി കൂടിയാണ്. കേരളത്തിൽ സംയുക്ത സ്ഥാനാർത്ഥികൾ ഉണ്ടായിരുന്നു. വടകര മണ്ഡലത്തിൽ ബേപ്പൂരിൽ സംയുക്ത സ്ഥാനാർത്ഥികളായിരുന്നു അഡ്വക്കേറ്റ് രത്നസിംഗ്, അതുപോലെ തന്നെ പ്രൊഫസർ വി മാധവൻകുട്ടി. ഇവർ രണ്ട് പാർട്ടികളുടെയും സംയുക്ത സ്ഥാനാർത്ഥികളായിരുന്നേ. അങ്ങനെയാണ് നിങ്ങൾ വാടച്ചു വെക്കും, ആ തോന്നിവാസം വിളിച്ചു പറഞ്ഞാലേ കേൾക്കേണ്ടി വരും. പിണറായി വിജയൻ എങ്ങനെ ജയിച്ചു പറഞ്ഞിട്ട് പോട്. അല്ലല്ല, അത് സ്വന്തം പാർട്ടി അനുസരിച്ച് കേട്ടാ മതി. ഞാനിപ്പോ പറയുമ്പോ എന്റെ ഊഴത്തിൽ നിങ്ങൾ കയറിയുടെ വരണ്ട. നിങ്ങളുടെ പറഞ്ഞേ, ചുമ്മാ ആവശ്യമില്ല, വാടച്ചു വെക്ക്. അപ്പോ ഈ ബേപ്പൂരിലായിരുന്നാലും അതുപോലെ തന്നെ തൊട്ടിപ്പുറത്ത് വടകരയിലായിരുന്നാലും സംയുക്ത സ്ഥാനാർത്ഥികളെ നിർത്തി 1991 കേരളത്തിൽ നിയമസഭയിലേക്കും പാർലമെന്റിലേക്കും ഇലക്ഷൻ നടക്കുമ്പോൾ, സംയുക്ത ഇലക്ഷൻ നടക്കുമ്പോൾ രണ്ടും ഒരേ സമയത്ത് നടക്കുന്ന ഇലക്ഷനിൽ സംയുക്ത സ്ഥാനാർത്ഥികളായിരുന്നു. കൂടാതെ 40 മണ്ഡലത്തിൽ BJPയും കോൺഗ്രസും തമ്മിൽ സഖ്യത്തിൽ ഏർപ്പെട്ടിരുന്നു. അതിനകത്ത് തിരുവനന്തപുരം പാർലമെന്റ് മണ്ഡലമുണ്ട്, ഇവിടെ സ്ഥാനാർത്ഥി ഒ രാജഗോപാലായിരുന്നു. തിരുവനന്തപുരം ഈസ്റ്റ് മണ്ഡലമുണ്ട്, അവിടെ സ്ഥാനാർത്ഥി കെ രാമൻപിള്ളയായിരുന്നു. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുണ്ട്. ഇത് ഞാൻ പറഞ്ഞതല്ല കേട്ടോ, ഡോക്യുമെന്ററി എവിഡന്റ്. കേട്ടിട്ടിരിക്കണോ? ഇയാള് ചർച്ചയിൽ പങ്കെടുക്കില്ല, ഞാൻ ഇടപെട്ടുണ്ടായിരിക്കും. മനസ്സിലായോ? വ്യക്തിപരമായ കാര്യം പറയട്ടെ ശ്രീ സുരേഷ്, താങ്കൾ പറഞ്ഞതിൽ തെളിവുണ്ടോ എന്നാണ് ചോദ്യം. ആ തെളിവാണ് ഞാൻ പറയുന്നത്. മാരാരുടെ ആത്മകഥ, കുഞ്ഞിക്കണ്ണൻ രചിച്ച ആത്മകഥ, ആ ആത്മകഥയിലെ അധ്യായത്തിൽ വളരെ കൃത്യമായി ഈ കാര്യങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. BJPയുടെ പ്രതിനിധി ഇത് വായിച്ച് പഠിക്കണം എന്നാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. അതിനിടയിൽ കോൺഗ്രസിന്റെ പ്രതിനിധിക്കാർ വളവള എന്തെങ്കിലും പറയാം. അദ്ദേഹത്തിന്റെ അവസരത്തിൽ സംസാരിക്കട്ടെ. പറ്റത്തൂർ പഞ്ചായത്ത് കൺമുന്നിലുള്ളതല്ലേ? അതുപോലെ തന്നെ കുന്നത്തുനാട് നിയമസഭാ മണ്ഡലത്തിലെ പഞ്ചായത്തിൽ BJP നേതാക്കളുടെ നിയമസഭയിലേക്ക് ചരിത്രം പറയുമ്പോൾ CPM നേതാക്കൾക്ക് നന്നായിട്ടുള്ള ഇവിടെ CPM BJP തമ്മിലുള്ള ഡീലിന്റെ കഥ പറയുമ്പോ നിങ്ങൾക്ക് ഇങ്ങനെ പല പുസ്തകം ഉദ്ധരിച്ച് പല ചരിത്രവും പറഞ്ഞ് 40 പറഞ്ഞ് ജനങ്ങളെ കുട്ടികളാക്കാൻ എല്ലാ ശ്രമവും നിങ്ങളുടെ ഭാഗത്തുണ്ടാവും. അതൊന്നും കേട്ടിട്ട് വീട്ടിൽ പോകാനൊന്നും പറ്റത്തില്ല. അത് ഇമാതിരി വർത്തമാനം പറഞ്ഞുകൊണ്ട് വന്ന അതൊക്കെ കയ്യിൽ വെക്കാൻ പറ്റും തന്നെ ഞങ്ങൾക്ക് പിണറായി വിജയനാണോ? എനിക്ക് BJPയിൽ പോകാണ്ട് എന്ന് തോന്നിയാൽ ഞാൻ BJPയിലേക്ക് പോകും. ഐ വിൽ ഗോ വിത്ത് BJP എന്ന് പറഞ്ഞത് പിണറായി വിജയനാണോ? ഇതെല്ലാം പറഞ്ഞത് നിങ്ങളുടെ സമാരാധ്യനായ, നിങ്ങൾ ആശയും ആവേശവുമായി കൊണ്ടാടുന്ന KPCCയുടെ മുൻ പ്രസിഡന്റ് ആയിട്ടുള്ള കെ സുധാകരനാണ്. ഇത് പറയുമ്പോ ഒരു കെ സുധാകരനും ഒരു കോൺഗ്രസ് നേതാവും നരേന്ദ്രമോദിയുടെ അമിത്ഷായുടെ മുമ്പിൽ പോയി നിന്നിട്ട് 90 ഡിഗ്രി വളഞ്ഞ് മുമ്പിട്ട് വളഞ്ഞിട്ടില്ല. ഇപ്പോഴും പോകുന്നുണ്ട് പിണറായി വിജയൻ. ഈ പറയുന്ന 31, 46 തവണ SNC-11 കേസ് മാറ്റിവെക്കാൻ ഓരോ ഡൽഹിയിൽ പോയിട്ട് പിണറായി വിജയൻ മോദിയുടെ മുമ്പിൽ അമിത്ഷായുടെ മുമ്പിൽ സാക്ഷ്യം പ്രകടിപ്പിക്കുന്നത് ഞങ്ങൾ കാണുന്നുണ്ട്, കേരളത്തിലെ ജനങ്ങൾ കാണുന്നുണ്ട്. എന്നിട്ട് ഈ പറയുന്ന കെ സുധാകരൻ ഇന്നും കോൺഗ്രസിനകത്തുണ്ട്. ഇന്നലെയും കെ സുധാകരൻ ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കൾ മുഴുവൻ തന്റെ ജീവനിന്റെ അർത്ഥവും കോൺഗ്രസ് ആണെന്ന് പറഞ്ഞപ്പോ നിങ്ങൾ ഇപ്പോഴും അങ്ങനെയുള്ള കുറെ വാക്കുകൾ പിടിച്ച് ഇങ്ങനെ നടക്കുന്നതിനപ്പുറത്തേക്ക് ജനങ്ങൾ ഇതൊക്കെ കാണുന്നത് സാമാന്യ ബോധം. ഇതിപ്പോ രണ്ടുപേരുടെ തർക്കിച്ചാൽ ഒരാൾക്ക് പറഞ്ഞു തീർക്കാൻ പറ്റാത്തൊരു സാഹചര്യം വരും. നമുക്കിനി 6 മിനിറ്റാണ് അവശേഷിക്കുന്നത്. മറ്റ് അതിഥികളിലേക്ക് കൂടി പോകുകയും വേണം. ഈ ചർച്ചയിൽ ഈ നേരത്തെ വിളിച്ചു വരുത്തിയിട്ട് ഇത്തരത്തിൽ ഇതുപോലുള്ള വിവരം കേട്ട ആളുകളുമായി വ്യക്തിപരമായി അധിക്ഷേപിക്കരുത് ശ്രീ സുരേഷ്, വ്യക്തിപരമായി അധിക്ഷേപിക്കരുത്. താങ്കൾക്ക് പറയാനുള്ളത് താങ്കൾ പറയുക, താങ്കൾക്ക് പറയാനുള്ളത് താങ്കൾ പറയൂ. പക്ഷേ വ്യക്തിപരമായി അധിക്ഷേപിക്കരുത്. ഇത്തരം വിവരം കേട്ടവന്മാരെ ഇങ്ങനെ വ്യക്തിപരമായി അധിക്ഷേപിക്കാതെ ശ്രീ സുരേഷ്, വ്യക്തിപരമായി അധിക്ഷേപിച്ചുകൊണ്ട് സംസാരിക്കാം. താങ്കൾ പറഞ്ഞതിനുള്ള എതിരഭിപ്രായമാണല്ലോ അദ്ദേഹം പറഞ്ഞത്. താങ്കൾ പറഞ്ഞതിനുള്ള എതിരഭിപ്രായമാണല്ലോ പറഞ്ഞത്. താങ്കളും ദയവ് ചെയ്തൊന്ന് അടങ്ങൂ. സുരേഷാണോ പോയത്?
അദ്ദേഹം പറഞ്ഞ് അവസാനിപ്പിച്ച് പോയിരിക്കുകയാണ്. എന്തായാലും വ്യക്തിപരമായ അധിക്ഷേപങ്ങളിലേക്ക് ഈ ചർച്ചകൾ പോകുന്നത് ദുഃഖകരമാണ്. ശ്രീ ഷമ്മാസ്, നോക്കൂ, ഇവിടെ ഇപ്പോൾ താങ്കൾ സൂചിപ്പിക്കുന്നത് അത് അടിയന്തരാവസ്ഥയ്ക്ക് ശേഷമുള്ള ഒരു സാഹചര്യമാണ്. അതിൻ്റെയൊക്കെ മറുപടി നേതാക്കന്മാർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ടല്ലോ. ഇവിടെ ഇപ്പോൾ KC വേണുഗോപാൽ പോലും ഈ SDPI വോട്ടിന്റെ കാര്യത്തിൽ ചോദിക്കുമ്പോൾ വോട്ട് വേണ്ട എന്ന്, ആരുടെയും വോട്ട് വേണ്ട എന്ന് പറയാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ കോൺഗ്രസിന് ഇതിലൊരു തീരുമാനമുണ്ടോ? ആരുടെയൊക്കെ വോട്ട് വേണം വേണ്ട എന്ന കാര്യത്തിൽ തീരുമാനമുണ്ടോ മറ്റുള്ളവർക്ക് മേൽ ഈ രീതിയിൽ ആരോപണം ഉന്നയിക്കുമ്പോൾ? രേണു, ഇവിടെ ഏതെങ്കിലും ഒരു വിഷയത്തിൽ ചർച്ചയിൽ വസ്തുതാവിരുദ്ധമായ കാര്യങ്ങൾ പറയുമ്പോൾ അത് ഇടപെട്ട് ചൂണ്ടിക്കാണിക്കുക എന്നുള്ളത് ഞങ്ങളൊക്കെ നിരവധി പറഞ്ഞ രേണു ഉൾപ്പെടെ നിരവധി ചർച്ചകൾ നയിച്ചിട്ടുള്ള ആളാണ്. ഈ പറഞ്ഞ രീതിയിൽ അത് സ്വാഭാവികമാണ്. അത് പറയുമ്പോൾ ഉത്തരം മുട്ടുമ്പോൾ കൊഞ്ഞനം കുത്തുക എന്നൊരു സാമാന്യമായ ചൊല്ലുണ്ട് നമ്മുടെയൊക്കെ നാട്ടിൽ. ആ രീതിയിലേക്ക് അവസാനം വായിത്തോന്ന് വിളിച്ചു പറഞ്ഞ് ചർച്ചയിൽ ഇറങ്ങിപ്പോയത് കൊണ്ട് കാര്യമില്ല. പിന്നെ താങ്കൾ ഇവിടെ സൂചിപ്പിച്ച കാര്യം കൃത്യമായി ഈ പറഞ്ഞ നാട്ടിൽ ഒരു തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ പലതരത്തിലുള്ള കക്ഷികൾ പല മുന്നണികൾക്കും സ്ഥാനാർത്ഥികൾക്കും പിന്തുണയുമായി പ്രഖ്യാപിച്ചു വരും. പല ഉത്തരവാദിത്തപ്പെട്ട സംഘടനകൾ ഉൾപ്പെടെയുള്ള ആളുകളുമായി അവരോട് ഞങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകൾ വോട്ട് അഭ്യർത്ഥിക്കുന്ന സാഹചര്യം ഉണ്ടാവും. സ്ഥാനാർത്ഥികൾ വോട്ട് അഭ്യർത്ഥിക്കും. ഇവിടെ ചില പ്രത്യേക വർഗീയ കക്ഷികളുമായി ചേർത്ത് കഴിഞ്ഞ തവണ തന്നെ ഇപ്പൊ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് ഉൾപ്പെടെ നടന്നപ്പോ, പുതുപ്പള്ളിയിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്നപ്പോ, അങ്ങനെ ഈ സംസ്ഥാനത്ത് ഉപതെരഞ്ഞെടുപ്പ് നടന്നപ്പോഴൊക്കെയുള്ള CPM-ന്റെ ഭാഷ എന്തായിരുന്നു? SDPI-യുടെ വോട്ട് വേണ്ട എന്ന് പറയാൻ കോൺഗ്രസ് നേതാക്കൾക്ക് UDF-ന് ധൈര്യമുണ്ടോ എന്ന് ഞാൻ ഉൾപ്പെടെ പങ്കെടുത്തിട്ടുള്ള നിരവധിയായ ചർച്ചകളിൽ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. ഇന്നിപ്പോ അങ്ങനെ ഒരു ചോദ്യമില്ല. ആ രീതിയിലേക്ക് ഒരു ചോദ്യമില്ല. കാരണം പറയുന്നത് എന്താണ്? LDF-ന്റെ കൺവീനർ പറയാണ് SDPI ഉൾപ്പെടെയുള്ള ആളുകളുടെ വോട്ട് ഞങ്ങൾ വാങ്ങുമെന്ന്. ഈ പറഞ്ഞ മുഖ്യമന്ത്രിയും ഉൾപ്പെടെ ഇന്ന് കോഴിക്കോട് അദ്ദേഹത്തിന്റെ വാർത്താ സമ്മേളനത്തിൽ അത്തരം ഒരു ചോദ്യം വന്നപ്പോ അദ്ദേഹം ക്ഷുഭിതരാവുകയാണ്. ഈ രീതിയിലേക്ക് വർഗീയ ശക്തികളെന്ന് ഇവർ തന്നെ പറഞ്ഞ് കൃത്യമായി പൊതുസമൂഹത്തോട് പറഞ്ഞിട്ടുള്ള ആളുകളുടെയൊക്കെ വോട്ട് വാങ്ങി കച്ചവടം നടത്തി പെട്ടിയിലിട്ടിട്ട് ഈ പറഞ്ഞ രീതിയിലേക്ക് ഒരു പുകമറയുണ്ടാക്കി അവിടെ BJP ഇളക്കി വിട്ട് കൃത്യമായി BJPക്ക് ഒരു പൊളിറ്റിക്കൽ സ്പേസ് ഇട്ട് കൊടുത്തിട്ട് ഈ തോന്നിവാസം മുഴുവൻ കാട്ടിക്കൂട്ടി ഞാൻ നേരത്തെ പറഞ്ഞ ജനങ്ങളുടെ നിരവധിയായ പ്രശ്നങ്ങളുണ്ട്. രേണുവിന് അറിയാം. ഈ പറഞ്ഞ 1.25 ലക്ഷം കോടി കടം, ആളോരി കടം കൂടിയത്, ജനങ്ങളുടെ ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, ചികിത്സാ സഹായം, ആശുപത്രികളിൽ മരുന്നില്ലാത്തത്, ആവശ്യത്തിന് പിന്നെ സൗകര്യങ്ങൾ ലഭിക്കാത്തത്, അടിസ്ഥാന ശരി, സമയക്കുറവ് കൊണ്ട് ഇടപെടുകയാണ്. ഇവിടെ ഇപ്പോ താങ്കൾ പറഞ്ഞ കാര്യത്തിൽ SDPI തന്നെ പറയുന്നുണ്ട് SDPI ആർക്ക് വോട്ട് കൊടുക്കണം അല്ലെങ്കിൽ ആരെ പിന്തുണയ്ക്കണം എന്ന കാര്യത്തിൽ അവർ ഒരു തീരുമാനമെടുത്തിട്ടില്ല എന്ന് അവർ തന്നെ പറയുന്ന ഒരു സാഹചര്യമുണ്ട്. ജമാഅത്തെ ഇസ്ലാമി, SDPI പോലുള്ള മതരാഷ്ട്രവാദ പാർട്ടികളുമായി CPM-ന് യാതൊരു നീക്കുപോക്കുമില്ല എന്ന് പറയുന്നത് MA ബേബിയാണ്, ജനറൽ സെക്രട്ടറിയാണ് അങ്ങനെയുള്ള നിലപാട് പറഞ്ഞിട്ടുള്ളത്. മുഖ്യമന്ത്രി കൃത്യമായ ആ വിഷയത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകുന്ന ഒരു സമീപനം ഉണ്ടായിട്ടുണ്ട് എന്ന വസ്തുത ഞാൻ തള്ളിക്കളയുന്നുമില്ല. ഞാൻ താങ്കളിലേക്ക് വരാം. ശ്രീ A. സജീവൻ, നോക്കൂ, ഡീൽ ആരോപണം മറ്റൊരു തലത്തിലെത്തി നിൽക്കുകയാണ്. വർഗീയ പാർട്ടികൾ ആർക്കൊക്കെ ആരുടെയൊക്കെ വോട്ട് വേണം എന്ന കാര്യത്തിൽ വലിയ തർക്കം നിലനിൽക്കുകയാണ്. അപ്പോൾ ന്യൂനപക്ഷ വോട്ടുകൾ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള നീക്കങ്ങളാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണത്തിൽ ആദ്യഘട്ടം മുതൽ ഉണ്ടാകുന്നത്. അതൊരു വല്ലാത്ത തലത്തിലേക്ക് എത്തി നിൽക്കുകയാണോ ഇപ്പോൾ? അല്ല, ന്യൂനപക്ഷ വോട്ടുകൾക്ക് വേണ്ടിയുള്ള കളികൾ ഇപ്പോൾ മാത്രമല്ല നേരത്തെയും ഉണ്ടായിട്ടുണ്ട്. അത് എല്ലാ വിഭാഗക്കാരും അതേപോലെ കളിച്ചിട്ടുണ്ട്. UDF ആണെങ്കിൽ LDF ആണെങ്കിൽ ന്യൂനപക്ഷ വോട്ടുകൾ തങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റുക എന്ന ഒരു വലിയ തന്ത്രം അത് നേരത്തെ ഇത്ര ശക്തമായിരുന്നില്ല. കാരണം നേരത്തെ BJP ഒരു ശക്തിയായിരുന്നില്ല കേരളത്തിൽ. അപ്പൊ അതുകൊണ്ട് തന്നെ BJP ആയിട്ടുള്ള ആ രീതിയിലുള്ള ഡീലുകൾ പലതും നടന്ന് നമുക്കറിയാം. അതൊക്കെ രാഷ്ട്രീയമായിട്ട് വോട്ടുകൾ കച്ചവടം ചെയ്ത് വാങ്ങുന്ന രീതി ഉണ്ടായിരുന്നു. അത് മാറിയിട്ട് ഇപ്പോഴത്തെ പ്രശ്നം BJP ആണെങ്കിലും അവർക്ക് ശക്തമായിട്ട് അടിത്തറ ഉണ്ടാക്കി തീർത്തിട്ടുണ്ട്. അപ്പൊ അതിനിടയിൽ ഇനി അങ്ങോട്ടേക്ക് മത്സരിക്കുമ്പോൾ ഏതാണ്ട് പല മണ്ഡലങ്ങളിലും, മുഴുവൻ 140 മണ്ഡലം എന്ന് ഞാൻ പറയുന്നില്ല, പല മണ്ഡലങ്ങളിലും ഈ ത്രികോണ മത്സരം നടന്നുകൊണ്ടിരിക്കുകയാണ്. ത്രികോണ മത്സരം നടക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഭൂരിപക്ഷ വോട്ടുകൾ, അതായത് ഹിന്ദു വോട്ടുകൾ അത് സ്പ്ലിറ്റ് ചെയ്തു പോകും. BJP-യിലേക്ക് പോകും, UDF-ലേക്ക് പോകും, LDF-ലേക്കും പോകും. ഇതിനപ്പുറത്ത് തീരുമാനം ഉണ്ടാവുന്നത് പലപ്പോഴും ന്യൂനപക്ഷ വോട്ടുകൾ എങ്ങോട്ടേക്ക് നിൽക്കുന്നുള്ളതായിരിക്കും. ആ ന്യൂനപക്ഷ വോട്ടുകൾ നമ്മൾ കണ്ടാണ് 2021 EK വിഭാഗം പൂർണ്ണമായിട്ടും UDF-നെ പിന്തുണച്ചിരുന്ന EK വിഭാഗത്തിന്റെ പ്രധാന നേതാക്കന്മാര് മുഖ്യമന്ത്രി വിളിച്ച യോഗത്തിൽ വരികയും പരസ്യമായിട്ട് മാധ്യമപ്രവർത്തകരോട് പറയുകയും ചെയ്ത് ഞങ്ങൾക്ക് ഈ മുഖ്യമന്ത്രിയോട് വിരോധമില്ല, ഞങ്ങൾക്ക് ഈ സർക്കാരിനോട് വിരോധമില്ല എന്ന് 2016-21 കാലത്തെ ഇങ്ങനെ പറയുകയും അതിനുശേഷം നമ്മൾ കണ്ടതാണ് എന്തെല്ലാം ആരോപണങ്ങൾ സർക്കാരിനെതിരെ ഉണ്ടായിട്ടും ഈ വിഭാഗത്തിന്റെ കൂടി വോട്ട് കൊണ്ടാണ് 8 സീറ്റ് അധികമായിട്ട് നേടിയത്. ഇതേപോലെ ഇത്തവണ ആ നഷ്ടം സംഭവിച്ച ഇവർക്കറിയാം.
അതുകൊണ്ട് ഈ പറയുന്ന PDP എന്നോ SDP എന്നോ അല്ലെങ്കിൽ ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന അതിന്റെ ഒക്കെ നിശ്ചിത വോട്ടുകളേ ഉള്ളൂ. അതല്ലാത്ത വിഭാഗങ്ങൾ പോലും ഉണ്ട്. ഇപ്പം CPM പെട്ട ആളുകൾ പോലും ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ടവരാണെങ്കിൽ BJP ജയിക്കാൻ സാധ്യതയുള്ള ഒരു മണ്ഡലം. ഉദാഹരണത്തിന് ഇപ്പൊ മഞ്ചേശ്വരമാണെന്ന് വെക്കുക. മഞ്ചേശ്വരത്ത് LDFന് ശക്തമായ അടിത്തറ ഉള്ള സ്ഥലത്ത് പോലും അവിടെ നിന്ന് വോട്ട് ഷിഫ്റ്റ് വരാറുണ്ട്. കാരണം കുറെ കൂടി എളുപ്പത്തിൽ ജയിപ്പിക്കാവുന്ന BJP തോൽപ്പിക്കാൻ പറ്റുന്ന സ്ഥാനാർത്ഥി ഇന്ന ആളാണ് എന്നുകൊണ്ട് UDFന് വോട്ടപ്പുറത്തെ മാറാറുണ്ട്. ഇതേ രീതി തന്നെ നേമത്തെ ഇപ്പൊ നേമത്തെ കാര്യം ഇപ്പൊ നേരത്തെ ഇവിടെ പറഞ്ഞല്ലോ, നേമത്ത് ഇത്തവണ ശക്തമായ നിലയിൽ ഇത്തരത്തിൽ PDPയുടെയും SDPയുടെയും അങ്ങനെ പേര് പറയാതെ തന്നെ പറയാം, അവരൊക്കെ പിന്തുണ തീർച്ചയായിട്ടും അവിടെ ജയിക്കാൻ സാധ്യത LDFന് വില വയ്ക്കും. അപ്പം BJPക്ക് അവിടെയുള്ള പ്രശ്നം എന്ന് പറയുന്നത് അവിടെ തോൽക്കാൻ സാധ്യതയുണ്ട്. ജയിക്കാൻ സാധ്യതയുള്ള ഒരു മണ്ഡലത്തിൽ ന്യൂനപക്ഷ വോട്ടുകൾ പോയാൽ തോൽക്കാൻ സാധ്യതയുണ്ട്. അപ്പം ന്യൂനപക്ഷം എന്ന് മൊത്തം പറയാതെ തീവ്രവാദ സംഘടനകൾ എന്ന് പറയാം, SDPI എന്ന് പറയാം, ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയാം, ഇതെല്ലാം കൂടി ചേർത്തുകൊണ്ടാണ് പറയുന്നത്. ആ തരത്തിൽ അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം. അത് അതേ പ്രശ്നം തന്നെ ഇപ്പുറത്തും പാലക്കാട് അവര് രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന പാർട്ടിയാണ്. അവിടെ അവരെ പ്രധാനപ്പെട്ട നേതാവാണ് മത്സരിക്കുന്നത്. സ്വാഭാവികമായിട്ട് അവർ ജയസാധ്യത കാണേണ്ടതാണ്. മുസ്ലിം വോട്ടുകൾ നേരത്തെ UDFന് പോയിക്കൊണ്ടിരുന്നത് ഇപ്പൊ മുസ്ലിം കാൻഡിഡേറ്റിനെ നിർത്തിയിട്ട് ഈ LDFിലേക്ക് പോയി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് അവർക്ക് വിജയിക്കാൻ സാധ്യതയില്ല. അപ്പൊ അങ്ങനെയുള്ള ഒരു പ്രശ്നമുള്ളിടത്താണ് ഇവിടെ കോൺഗ്രസ്സുകാർ അവിടെ എന്താണ് ഈ CPM BJP ഡീൽ എന്ന് പറയുന്നത്. ഇപ്പം ഇത്തരം കാര്യങ്ങളൊക്കെ ഉള്ളത് ഈ വിവിധ ആരോപണം ഉന്നയിക്കുന്നതിന് പകരം ഇവർ ചെയ്യേണ്ടത് താങ്കൾ പറഞ്ഞ പോലെ അവരവർ മുന്നോട്ടേക്ക് വെക്കുന്ന കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. അതിനവർക്ക് സാധിച്ചാൽ ജനങ്ങളുടെ വിശ്വാസം നേടാൻ പറ്റും. ശരി, എന്തായാലും കോലീബി ഉൾപ്പെടെ പറഞ്ഞ് തുടങ്ങിയ ആരോപണ പ്രത്യാരോപണങ്ങളാണ് ഇപ്പോൾ ഈ ഘട്ടത്തിൽ എത്തി നിൽക്കുന്നത്. SDPIയുടെ വോട്ട് വേണ്ട എന്ന് പറയാനുള്ള ധൈര്യം LDF കാട്ടുന്നില്ല എന്നൊരു ആരോപണം ഒരു ഭാഗത്ത് ഉയരുമ്പോൾ കോൺഗ്രസിലും ആ വോട്ട് വേണ്ട എന്ന് പറയാത്ത നേതാക്കൾ ഉണ്ട് എന്നതാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ആർക്കൊക്കെ എങ്ങനെയൊക്കെ ഡീൽ എന്ന കാര്യത്തിൽ ആശങ്കകൾ നിലനിൽക്കുന്നു. നമ്മുടെ ഇന്നത്തെ പ്രേക്ഷകരോടുള്ള ചോദ്യം മോദിയുടെ വരവ് പാലക്കാട് BJP പിടിക്കുമോ എന്നതായിരുന്നു. അതേന്ന് പറയുന്നത് 38% പേർ മാത്രമേ ഉള്ളൂ, അല്ല എന്ന് പറയുന്നത് 59% പേർ. നിഷ്പക്ഷ വോട്ട് രേഖപ്പെടുത്തിയവർ 3% പേർ. പാലക്കാട് BJP നേടില്ല എന്നതാണ് ഈ ആരോപണങ്ങൾക്കിടയിലും പ്രേക്ഷകർ പങ്കുവെക്കുന്ന അവരുടെ അഭിപ്രായം. വളരെ നന്ദി ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും. പ്രൈം ഡിബേറ്റ് പൂർണ്ണമാകുന്നു. നമസ്കാരം.